മാസ്റ്റർ കീയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ്? കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ് അല്ലേ, ഫോറിൻ കോപ്പറേഷൻ. അപ്പോൾ നമ്മൾ ഇന്ത്യയെ പറ്റി പഠിച്ചു, അതുപോലെ നമ്മൾ കേരള കോപ്പറേഷനും ഡിസ്കസ് ചെയ്തു. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ നമ്മൾ എന്താണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്, ഏതൊക്കെ രാജ്യങ്ങൾ, ഇന്ത്യ കൂടാതെ ഏതൊക്കെ രാജ്യങ്ങളാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ത് ചെയ്തത്, തുടക്കം കുറിച്ചത് ആരാണ്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് മറ്റ് കൺട്രി എന്ത് ചെയ്തത് ഈ ഒരു കോപ്പറേറ്റീവ് സെക്ടറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് അല്ലേ. അപ്പം നമുക്ക് തുടങ്ങാം കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്. സോ നമ്മൾ എന്താണ് പഠിച്ചിട്ടുണ്ട്, എന്താണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഉദയം അല്ലേ, എവിടെയാണ് തുടക്കം കുറിച്ചത്? ഇംഗ്ലണ്ടിലാണ് അല്ലേ. ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഏത് രാജ്യമാണ്? ഇംഗ്ലണ്ടാണ് അല്ലേ. അപ്പോൾ ഇംഗ്ലണ്ടിൽ തന്നെയാണ് ആരുള്ളത്? റോബർട്ട് ഓവൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആരാണ് റോബർട്ട് ഓവൻ? ആരാണ്? ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അല്ലേ. വളരെ പ്രധാനപ്പെട്ട ഒരു കൺട്രിയാണ് എന്ത്? ഇംഗ്ലണ്ട്. അതിൻ്റെ കാര്യം എന്താണ്? കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്താണ് ബർത്ത് പ്ലേസും ഇംഗ്ലണ്ടാണ്. അതുപോലെ തന്നെ റോബർട്ട് ഓവനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്. ഓക്കെ, അപ്പം നമുക്ക് റോബർട്ട് ഓവൻ കൂടാതെ തന്നെ പല പ്രോമിനൻറ്റ് പേഴ്സൺസും ഇംഗ്ലണ്ടിലുണ്ട്. അവരുടെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നോക്കിക്കേ, ഇംഗ്ലണ്ട് ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അപ്പോൾ ഞാനൊരു കാര്യം ആഡ് ഓൺ ചെയ്തോട്ടെ. ഇപ്പം നമ്മൾ ഫോറിൻ കോപ്പറേഷൻ പഠിക്കുമ്പോൾ മറ്റ് സബ്ജക്റ്റുകൾ പഠിക്കുന്ന പോലെയല്ല, ഇതിൽ ഒരുപാട് ടേംസുകളുണ്ട് അല്ലേ, ഒരുപാട് ടേംസുകളുണ്ട്. ഓരോ കൺട്രിയും നമ്മളൊരു പർട്ടിക്കുലർ ടേം കാണുമ്പോൾ അത് ഏത് കൺട്രിയാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കണം. ഓക്കെ, ഒരു പർട്ടിക്കുലർ ടേം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ പേര് പറയുമ്പോൾ ആ പേഴ്സൺ ഏത് രാജ്യക്കാരനാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ കുറേ രാജ്യങ്ങൾ പഠിക്കും, അവിടെ പല പല കോൺട്രിബ്യൂഷൻസുകളും പല ടൈപ്പ് സൊസൈറ്റികളും ഫോം ചെയ്തിട്ടുണ്ടാവും, പല പേഴ്സൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് തരംതിരിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഫോറിൻ കോപ്പറേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഫോറിൻ കോപ്പറേഷനിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്ത പോലെ ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എവിടെയാണ്? ഇംഗ്ലണ്ടാണോ, ഫ്രാൻസ് ആണോ, ജർമ്മനി ആണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് ഫോറിൻ കോപ്പറേഷനിൽ നിന്ന് വരുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിലൊരു പോയിൻ്റ് തന്നെ സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാ പോയിൻറ്റും ഓരോ ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സെൻസിൽ വേണം നിങ്ങളത് ഓരോ പോയിൻറ്റും വായിക്കാൻ. സോറി. അപ്പം നമുക്ക് നോക്കിയാലോ, ഇംഗ്ലണ്ട് എന്ന ആൻസർ വരുന്ന ചോദ്യങ്ങളാണ് ശരിക്കും ഞാൻ ഈ താഴെ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. നോക്കാം, ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ബർത്ത് പ്ലേസ് ഏത് രാജ്യമാണ്? ഇംഗ്ലണ്ടാണ്. ഇനി മക്ക ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്നത് ഏത് രാജ്യത്തെയാണ്? ഇംഗ്ലണ്ടാണ്. അതുപോലെ ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ, ബർത്ത് പ്ലേസ് ഓഫ് ഹൗസിംഗ്. 3 കാര്യങ്ങൾ പഠിച്ചല്ലോ. ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അല്ലേ, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് തുടക്കം ഇംഗ്ലണ്ടാണ്. അതുപോലെ ബർത്ത് പ്ലേസ് ഓഫ് കൺസ്യൂമർ, ബർത്ത് പ്ലേസ് ഓഫ് ഹൗസിംഗ്. 3 കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഇനി എന്താ വിളിക്കുക നമ്മൾ ഇംഗ്ലണ്ടിനെ? മെക്ക ഓഫ് കോപ്പറേഷൻ. എന്താ വിളിക്കുക? മെക്ക ഓഫ് കോപ്പറേഷൻ. ദെൻ ഒന്നും കൂടി പഠിച്ചു വെച്ചോ, ബർത്ത് പ്ലേസ് ഓഫ് ഇൻഷുറൻസ്. അപ്പോൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് അറിയാം അല്ലേ, തുടക്കം ഇംഗ്ലണ്ട് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തൊക്കെയാണ്? കൺസ്യൂമർ, ഹൗസിംഗ്, ഇൻഷുറൻസ്. 3 ടൈപ്പ് സൊസൈറ്റികളും സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഏതൊക്കെയാണ്? കൺസ്യൂമർ, ഹൗസിംഗ്, ഇൻഷുറൻസ്. പഠിച്ചല്ലോ, കൺസ്യൂമർ, ഹൗസിംഗ്, ഇൻഷുറൻസ് 3. ഇനി അടുത്ത് നോക്കിക്കേ, ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ അല്ലേ. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് തുടക്കം കുറിച്ച രാജ്യം തന്നെയാണ് എന്തും കൊണ്ടുവന്നത്? ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ. ഏതാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ? ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രോവിഡൻറ്റ് സൊസൈറ്റീസ് ആക്ട്. ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രോവിഡൻറ്റ് സൊസൈറ്റീസ് ആക്ട് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആക്ടിൻ്റെ ഇയറും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ? ഏതാണ്? ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രോവിഡൻറ്റ് സൊസൈറ്റീസ് ആക്ട്. ഓക്കെ, ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രോവിഡൻറ്റ് സൊസൈറ്റീസ് ആക്ട് 1852 ആണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലോ. അപ്പോൾ നമ്മൾ ഓരോ സ്ലൈഡ് തീരുമ്പോഴും അത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ വെച്ച് തന്നെ അങ്ങ് പഠിച്ചുകൊള്ളുക. 3 കാര്യങ്ങൾ പഠിച്ചു: കൺസ്യൂമർ, ഹൗസിംഗ്, ഇൻഷുറൻസ്, അതുപോലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ടിങ്ങും
ഇംഗ്ലണ്ടിലാണ്, മെക്ക ഓഫ് കോർപ്പറേഷൻ ആണ്. അതുപോലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രോവിഡന്റ് സൊസൈറ്റീസ് ആക്ട്. വർഷം ഏതാണ്? 1852, 1852. നെക്സ്റ്റ് നോക്കാം. കോപ്പറേറ്റീവ് മൂവ്മെന്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ മോട്ടിവേറ്റഡ് പീപ്പിൾ. കോപ്പറേറ്റീവ് മൂവ്മെന്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ മോട്ടിവേറ്റഡ് പീപ്പിൾ. അതായത് ഇപ്പോൾ നമ്മൾ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ പഠിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇന്ത്യ എന്തിൻ്റെ ബേസിലാണ്? മോട്ടിവേറ്റഡ് പീപ്പിൾ ആണോ? അല്ല, ഗവൺമെൻറ് സ്റ്റേറ്റ് പോളിസിയിലൂടെയാണ് ഇന്ത്യയിലേക്ക് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വന്നത്. എന്നാൽ ഇംഗ്ലണ്ടിൽ എങ്ങനെയാണ്? മോട്ടിവേറ്റഡ് പീപ്പിൾ അല്ലെങ്കിൽ വോളണ്ടറിലി അല്ലേ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? കൂടുതലും മെക്കനൈസ്ഡ് ആയിട്ടുള്ള എന്ത് ചെയ്തു? കാര്യങ്ങളിലേക്ക് പോയി അല്ലേ. ലേബറിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ എഫക്റ്റ് എന്ത് ചെയ്തു? എല്ലാ ഇൻഡസ്ട്രീസിൻ്റെ ബാധിച്ചു അല്ലേ, തൊഴിലാളികളെ ബാധിച്ചു. അപ്പോൾ അത്തരത്തിൽ അതിൽ നിന്നൊരു രക്ഷ നേടാൻ അതിൽ നിന്ന് മുന്നോട്ട് വരാനാണ് എന്ത് ഇംഗ്ലണ്ടിൽ സ്റ്റാർട്ട് ചെയ്തത്? കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലണ്ടിൽ ഒരു സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമായിട്ടാണോ വന്നത്? അല്ല. എങ്ങനെയാണ്? അതൊരു ചോദ്യമാണ്. ഇംഗ്ലണ്ടിൽ എങ്ങനെയാണ്? ബൈ മോട്ടിവേറ്റഡ് പീപ്പിൾ, ബൈ മോട്ടിവേറ്റഡ് പീപ്പിൾ. ഇനി എന്താണ്? ഏത് വർഷത്തെയാണ് നമ്മൾ പീരീഡ് ഓഫ് ഹംഗ്രീസ് എന്ന് വിളിച്ചത്? ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഏത് വർഷത്തെയാണ് നമ്മൾ പീരീഡ് ഓഫ് ഹംഗ്രീസ് എന്ന് വിളിക്കുന്നത്? 1840s നമ്മൾ പീരീഡ് ഓഫ് ഹംഗ്രീസ് എന്ന് വിളിക്കുന്നത്. 1840 കാലഘട്ടം എന്ന് പറയുന്നത് അത്രത്തോളം വളരെ മിസറബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. അതുകൊണ്ടാണത് പീരീഡ് ഓഫ് ഹംഗ്രീസ് എന്ന് വിളിക്കുന്നത്. അതിൽ നിന്നൊക്കെ ഒരു എന്താണ് ഒന്ന് കരകയറുക അല്ലെ, ആ പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ എന്ത് സഹായിച്ചു? അന്ന് ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുകൾ എന്ത് ചെയ്തു? അതൊരു താങ്ങായിട്ട് മാറി. ഓക്കെ. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ കോപ്പറേറ്റീവ് യൂണിയൻ. ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? എന്താണ് ചോദ്യം? ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? അപ്പോൾ എന്താണ്? ഹോളിയോക്ക് ഹൗസ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇതിൽ ഓരോ പോയിന്റുകളും ഓരോ ചോദ്യങ്ങളായിട്ട് വേണം പഠിക്കാൻ. ഓക്കെ. അപ്പോൾ 1840s എന്താ പറയുന്നത്? പീരീഡ് ഓഫ് ഹംഗ്രീസ്. അതുപോലെ കോപ്പറേറ്റീവ് യൂണിയൻ, ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹോളിയോക്ക് ഹൗസ് ആണ്. ഹോളിയോക്ക് ഹൗസ് ആണ്. ഇനി ഫസ്റ്റ് കൺസ്യൂമർ സൊസൈറ്റി ഇൻ ഇംഗ്ലണ്ട്. ഫസ്റ്റ് കൺസ്യൂമർ സൊസൈറ്റി ഇൻ ഇംഗ്ലണ്ട് ഏതാണ്? റോക്ക്ഡെയിൽ അല്ലേ. റോക്ക്ഡെയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെപ്സ് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി ആണ്. ഇത് കൺസ്യൂമർ സൊസൈറ്റി ആണെന്ന് നമുക്കറിയാം. അതാണ് എന്ത്? ഇംഗ്ലണ്ടിലെ ഫസ്റ്റ് കൺസ്യൂമർ സൊസൈറ്റി ഏതാണ്? റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി ആണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റോക്ക്ഡെയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിലോട്ട് പോകാം. അടുത്ത പോയിന്റ് എന്താണ്? പിയർ ഡെപ്പോസിറ്റ് ബാങ്കിങ് ഏത് കൺട്രിയുമായി റിലേറ്റ് ചെയ്യുന്നു? ചോദ്യം എങ്ങനെയായിരിക്കും? പിയർ ഡെപ്പോസിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത് ഏത് കൺട്രിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ഇംഗ്ലണ്ടാണ്. ഏതാണ് ടേം? ഏതാണ്? പിയർ ഡെപ്പോസിറ്റ് ബാങ്കിങ് ഏത് രാജ്യവുമായി ബന്ധപ്പെടുന്നു? ഇംഗ്ലണ്ടുമായി ബന്ധപ്പെടുന്നു. ഓക്കെ അല്ലേ? ഇനി തൊട്ട് മുന്നേ പറഞ്ഞതല്ലാതെ ഇംഗ്ലണ്ടുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസുകളാണ്. എല്ലാം ഒന്ന് ഓർത്തോണേ. കോപ്പറേറ്റീവ് പാർട്ടി ഏതാണ്? ഇംഗ്ലണ്ടാണ്. അതുപോലെ കോപ്പറേറ്റീവ് കോമൺവെൽത്ത്, കോൺ ലോസ്, വുമൺ ഗിൽഡ്, ഫ്രണ്ട്ലി സൊസൈറ്റീസ്, ലേബർ നോട്ട്സ്, ലേബർ എക്സ്ചേഞ്ച്, കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോഴ്സ്. ഓക്കെ. അപ്പോൾ ഏതൊക്കെ ടേമുകളാണ് ഇംഗ്ലണ്ടുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്? കോപ്പറേറ്റീവ് പാർട്ടി, കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. അപ്പോൾ കോപ്പറേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ 3 ഓർത്ത് വയ്ക്കുക. കോപ്പറേറ്റീവ് പാർട്ടി ഉണ്ട്, കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഉണ്ട്, കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോഴ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് എന്താ? കോൺ ലോ പാസ് ചെയ്യുന്നുണ്ട്. ദെൻ വുമൺ ഗിൽഡ്, ഫ്രണ്ട്ലി സൊസൈറ്റീസ്. വുമൺ ഗിൽഡ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ട്ലി സൊസൈറ്റീസ്. പിന്നെ ഏതൊക്കെയാണ്? ലേബർ നോട്ട്സ്, ലേബർ എക്സ്ചേഞ്ച്. ലേബർ നോട്ട്സ്, ലേബർ എക്സ്ചേഞ്ച് ആരുമായി ബന്ധപ്പെട്ടതാണ്? റോബർട്ട് ഓവനുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. റോബർട്ട് ഓവനുമായി ബന്ധപ്പെട്ടതാണ് എന്ത്? ലേബർ നോട്ട്സും ലേബർ എക്സ്ചേഞ്ചും. അതിലേക്ക് നമുക്ക് വരാം.
പ്രൈം നിങ്ങൾ എന്താ പഠിക്കേണ്ടേ? ടേമുകൾ പഠിക്കുക, ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ട ടേമുകൾ പഠിക്കുക. ഒന്നും കൂടെ ഓർത്തെ, കോപ്പറേറ്റീവ് പാർട്ടി, കോപ്പറേറ്റീവ് കോമൺവെൽത്ത്, കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോഴ്സ്. പിന്നെ എന്താ ഉള്ളത്? വുമൺ ഗിൽഡ് ഉണ്ട്, ഫ്രണ്ട്ലി സൊസൈറ്റീസുകളുണ്ട്, കോൺ ലോസ് ഉണ്ട്. പിന്നെ റോബർട്ട് ഓവനെ പറ്റി ഓർക്കുക 2 പോയിന്റ്, ലേബർ നോട്ട്സ്, ലേബർ എക്സ്ചേഞ്ച്. ഓക്കെ അല്ലേ? ടേമുകൾ പഠിച്ചില്ലേ? ഇനി ഇപ്പോൾ നമ്മൾ എന്താണ് ഇംഗ്ലണ്ടിനെ പറ്റിയിട്ട് ഓവറാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ടേംസുകളും പഠിച്ചു. ഇനി ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ച വ്യക്തികളെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. സൊസൈറ്റികളാവാം, വ്യക്തികളാവാം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ്? റോക്ക്ഡെയിൽ എക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി. ഓക്കെ, റോക്ക്ഡെയിൽ എക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി നോക്കാം. റെപ്സ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് റോക്ക്ഡെയിലിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാം, ഒരു റിവിഷൻ പോലെ ഒന്നും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ഏത് വർഷമാണ് റോക്ക്ഡെയിൽ എക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി അഥവാ റെപ്സ് ഫോം ചെയ്തത്? നമുക്കറിയാം 1844 അല്ലേ ഫോം ചെയ്തത്. ഏതാണ്? 21 ഡിസംബർ 21. നമ്മൾ എഴുതുമ്പോഴാണ് കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പം അല്ലേ, തിരിച്ചിട്ടാൽ മതി. 21/12/1844 റെപ്സ് ഫോം ചെയ്തത്. റോക്ക്ഡെയിൽ എക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി ഓപ്പൺ ദെയർ സ്റ്റോർ അറ്റ് നമ്പർ 2 ടോർലൈൻ സ്റ്റോഴ്സ്. അപ്പോൾ ഞാനിതിൽ ചില ടെക്സ്റ്റുകളിൽ നമ്പർ 31 ഉണ്ടായിരുന്നു, ഇത് നമ്പർ 2 എന്നും പറയുന്നുണ്ട്. അപ്പം ഞാനതിൻ്റെ കറക്റ്റ് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്ത ആൻസർ എന്ന് പറയുന്നത് നമ്പർ 2 ആണ് കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. നമ്പർ 31 ആണ് ഞാൻ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൽ റോക്ക്ഡെയിൽ പറഞ്ഞപ്പോൾ സ്പെസിഫൈ ചെയ്തത്. നിങ്ങളതൊന്ന് തിരുത്തിക്കൊള്ളുക, അതിനാണ് ഞാനത് പ്രത്യേകം പറയുന്നത്. നമ്പർ 2 ടോർലൈൻ സ്റ്റോറാണ് കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പോൾ ചില ടെക്സ്റ്റുകൾ നമ്മൾ മിസ്റ്റേക്കുകളുണ്ട്, അപ്പോൾ ആ ടെക്സ്റ്റ് കയ്യിലുള്ളവർ ഇതൊന്ന് തിരുത്തിക്കൊള്ളുക. നമ്പർ 2 ടോർലൈൻ സ്റ്റോറാണ് കറക്റ്റ്. ഓക്കെ, നമ്പർ 2 ടോർലൈൻ സ്ട്രീറ്റ് അല്ലെങ്കിൽ നമ്പർ 2 ടോർലൈൻ റോക്ക്ഡെയിൽ എവിടെയാണ് എന്ത് റെപ്സ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡേറ്റ്, അതുപോലെ തന്നെ നമ്മളിന്ന് നമ്പർ 2 ടോർലൈൻ സ്റ്റോറുകളെന്നും റെപ്സിനെ വിളിക്കാറുണ്ട്. Then they sold pure food at fair prices and honest weights and measures. അല്ലേ, പ്യുവർ ഫുഡ് അല്ലേ, ഫെയർ പ്രൈസിൽ വളരെ ഹോണസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരവരുടെ ഗുഡ്സുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്ത് സെല്ല് ചെയ്യുന്നത് അല്ലേ. ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റർ, നമ്മൾ ഇംഗ്ലണ്ട് പഠിക്കുമ്പോൾ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് റോബർട്ട് ഓവനെയാണ് പറയുന്നത് അല്ലേ. റോബർട്ട് ഓവൻ ഒരു സക്സസ്ഫുൾ കോപ്പറേറ്റർ ആയിരുന്നോ? അല്ല, റോബർട്ട് ഓവൻ ഒരു സക്സസ്ഫുൾ കോപ്പറേറ്റർ അല്ല. അതിൻ്റെ റീസൺ നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം, റോബർട്ട് ഓവനെ പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. അപ്പോൾ സക്സസ്ഫുൾ കോപ്പറേറ്റർ ഇംഗ്ലണ്ടിൽ തന്നെ, അല്ലെങ്കിൽ ആദ്യത്തെ സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? റോക്ക്ഡെയിൽ എക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി. അതിൻ്റെ റീസൺ എന്താണ്? കാരണം റോബർട്ട് ഓവൻ ഇൻവെൻറ്റ് ചെയ്ത രീതി അല്ല റെപ്സ് ഫോളോ ചെയ്തത്. റെപ്സ് എന്താ ഫോളോ ചെയ്തത്? ആദ്യം അവരൊരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് വാല്യൂസ് അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് വാല്യൂസും പ്രിൻസിപ്പിൾസും എന്ത് ചെയ്തു, മുന്നോട്ട് വെച്ചു അല്ലേ. ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റ് കൊണ്ടുവന്നു കോപ്പറേറ്റീവ് ആക്ടിവിറ്റീസുകൾക്ക്. അപ്പോൾ അതിൻ്റെ ബേസ് കൊണ്ട് തന്നെ, ആ പ്രിൻസിപ്പിൾസിൻ്റെ ബേസിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ആവാം ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റർ എന്ന്, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വിളിക്കുന്നത് റോക്ക്ഡെയിൽ എക്വിറ്റബിൾ പയനിയർ സൊസൈറ്റിയാണ്. It was founded in 1844 by a group of 28 artisans, 28 pounds. എളുപ്പമല്ലേ, 28 പേര്, 28 pounds. ദാറ്റ് മീൻസ് ഓരോ പേഴ്സണും ഓരോ പൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഇതിവിടെ ഫോം ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ റോക്ക്ഡെയിൽ എളുപ്പമല്ലേ, വർഷം പഠിച്ചു. ഏത് എന്നാണ്, മറ്റൊരു പേരെന്താണ്, നമ്പർ 2 ടോർലൈൻ സ്റ്റോറുകളെന്ന് നമ്മൾ പറയാറുണ്ട്. ബിക്കോസ് അത് സിറ്റുവേറ്റ് ചെയ്യുന്ന പ്ലേസ് അതായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു പേര് വന്നത്. പിന്നെ എന്താണ്, എത്ര പേര് ചേർന്നാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്, ഓരോരുത്തരും എത്ര പൗണ്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നുള്ളതും പഠിച്ചു. ഇനി എന്താണ്, രജിസ്റ്റേർഡ് വിത്ത് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1793. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. റോക്ക്ഡെയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഏത് എന്താണ് ആക്ട് ബേസ് ചെയ്തിട്ടാണ് എന്ന് ചോദിച്ചാൽ, രജിസ്റ്റേർഡ് വിത്ത് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1793, 1793 കേട്ടോ. ഏത് ആക്ട് അനുസരിച്ചാണ്? രജിസ്റ്റേർഡ് വിത്ത് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1793 അനുസരിച്ചാണ്. റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വാസ് ഫോംഡ്
ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി വേറെ, റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റി വേറെ. അപ്പോൾ ചോദ്യം ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി ഫോം ചെയ്തത് 1844 എന്നാൽ അതിനു മുന്നേ എന്തുണ്ട്, ഫ്രണ്ട്ലി സൊസൈറ്റീസുകൾ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ്? റോക്ക്ഡെയിൽ ഫ്രണ്ട്ലി കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോൾ? 1830 കാലഘട്ടത്തിൽ കേട്ടോ. 1813 ഫ്രണ്ട്ലി കോപ്പറേറ്റീവ്സുകൾ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് റെപ്സ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പേഴ്സൺസ് ഒന്ന് നോക്കിയാലോ. ആരൊക്കെയാണ്? നമുക്ക് സെക്രട്ടറി, പ്രസിഡന്റ്, കാഷ്യർ, സെയിൽസ്മാൻ, അതുപോലെ തന്നെ അവിടുത്തെ ഫസ്റ്റ് വുമൺ ഏതാണെന്ന് നോക്കാം. സെക്രട്ടറി ജെയിംസ് ഡാലി ആണ്. പ്രസിഡന്റ് ചാൾസ് ഹൗറയാണ്. ഫസ്റ്റ് വുമൺ എലിസ ബേർലി ആണ്. കാഷ്യർ വില്യം സാമുവർ. ദെൻ സെയിൽസ്മാൻ സാമുവൽ അഷ്റഫ്. ആരൊക്കെയാണ് പേഴ്സൺസ്? ഒന്നും കൂടെ പറഞ്ഞേ. സെക്രട്ടറി ആരാണ്? ജെയിംസ് ഡെയ്ലി ആണ്. ദെൻ പ്രസിഡന്റ് ആരായിരുന്നു? പ്രസിഡന്റ് ചാൾസ് ഹൗറ. ഓക്കെ, ഫസ്റ്റ് വുമൺ മെമ്പർ ആരാണ്? എലിസ ബേർലി. ഓക്കെ, സെയിൽസ്മാൻ എളുപ്പമാണ്, എസ് തന്നെയാണ് ഓർത്തിരുന്നാൽ മതി. സെയിൽസ്മാൻ സാമുവൽ അഷ്റഫ് ആണ്. കാഷ്യർ ആരായിരുന്നു? കാഷ്യർ വില്യം കൂപ്പർ. കാഷ്യർ ആരാണ്? വില്യം കൂപ്പർ. ഓക്കെ, അപ്പം അവരുടെ പ്രധാനപ്പെട്ട വ്യക്തികളെയും കൂടെ പഠിച്ചിരിക്കുക. സെക്രട്ടറി ജെയിംസ് ഡെയ്ലി, പ്രസിഡന്റ് ചാൾസ് ഹൗറ, ഫസ്റ്റ് വുമൺ എലിസ ബേർലി, കാഷ്യർ ആരാണ്? വില്യം കൂപ്പർ, സെയിൽസ്മാൻ ആരാണ്? സാമുവൽ അഷ്റഫ്. പഠിച്ചില്ലേ? ഓക്കെ അല്ലേ? ഇനി റീനെയിംഡ് ആസ് സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി, അതായത് കോപ്പറേറ്റീവ് ഹോൾസെയിൽ, നോർത്ത് വെസ്റ്റേൺ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റികൾ അവിടെ ഉണ്ടായിരുന്നു. ആ ഹോൾസെയിൽ സൊസൈറ്റികൾ 1868 എന്ത് പേരിലോട്ട് മാറ്റി? സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റികളാക്കി മാറ്റി. 1868 എന്താണ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റികളുടെ, നോർത്ത് ബേസ് ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റികളെ എന്ത് പേരിലോട്ട് മാറ്റി? സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി. ഇതിൻ്റെ വർഷം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മുന്നത്തെ കോപ്പറേഷൻ ബേസ് ചെയ്തിട്ടുള്ള CSEB പോലുള്ള എക്സാമുകൾക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റികളുടെ വർഷം ഏതാണ്? 1868 കേട്ടോ. 1868. റോക്ക്ഡെയിൽ വീവേഴ്സ് യൂണിയൻ വാസ് സ്റ്റാർട്ടഡ് ഇൻ 1824 ബൈ ചാൾസ് ഹൗറ. എന്താണ്? ചാൾസ് ഹൗറ റോക്ക്ഡെയിൽ വീവേഴ്സ് യൂണിയൻ എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റോക്ക്ഡെയിൽ വീവേഴ്സ് യൂണിയൻ 1824 ചാൾസ് ഹൗറ തുടക്കം കുറിച്ചു. ചാൾസ് ഹൗറയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ ഓഫ് എന്താണ്? ഇംഗ്ലണ്ടിൻ്റെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് പഠിക്കുമ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ചാൾസ് ഹൗറയാണ്. ഓക്കെ, ഇനി ചാൾസ് ഹൗറ ഈസ് നോൺ ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ. നമ്മൾ പറഞ്ഞു അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ ആണ്. അപ്പോൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കറിൻ്റെ കൂട്ടത്തിൽ എന്തും കൂടെ പഠിക്കുക? റോക്ക്ഡെയിൽ വീവേഴ്സ് യൂണിയൻ. ഓക്കെ, എന്തൊക്കെയാണ് ചാൾസ് ഹൗറയെ പറ്റി ഓർത്തിരിക്കേണ്ടത്? അദ്ദേഹം ഇംഗ്ലണ്ടുകാരനാണ്. ആദ്യത്തെ പോയിന്റ്. 2 കാര്യങ്ങൾ, റോക്ക്ഡെയിൽ വീവേഴ്സ് യൂണിയൻ, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ. കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ എവിടത്തെ? കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ചാൾസ് ഹൗറ ഓക്കെ ആയില്ലേ? ഇനി റോക്ക്ഡെയിലുമായി ബന്ധപ്പെട്ട ഒരു ഫേമസ് കോട്ടാണ്, അല്ലെങ്കിൽ അവർ ഏത് പ്രിൻസിപ്പിളിലാണ് അവരത് സക്സസ്സിലേക്ക് എത്തിച്ചത് എന്നുള്ളതും നമുക്ക് ഇതുവഴി പറയാം. ടു ബി സേഫ് വി മസ്റ്റ് സെൽ അറ്റ് എ പ്രോഫിറ്റ്, ടു ബി ഹോണസ്റ്റ് വി മസ്റ്റ് സെൽ അറ്റ് എ പ്രോഫിറ്റ് അല്ലേ? ടു ബി സേഫ് വി മസ്റ്റ് സെൽ അറ്റ് എ പ്രോഫിറ്റ്, ടു ബി ഹോണസ്റ്റ് വി മസ്റ്റ് സെൽ അറ്റ് എ പ്രോഫിറ്റ്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു റോക്ക്ഡെയിൽ എങ്ങനെയാണ് പ്യുവർ ആയിട്ടുള്ള അൺആൾട്ടേർഡ് ആയിട്ടുള്ള ഇതാണ് ഗുഡ്സാണ് കൺസ്യൂമറിൽ എത്തിച്ചിരുന്നത്. എങ്ങനെ? ഫെയർ പ്രൈസിൽ അല്ലേ? അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ സമ്പാദിക്കാം അല്ലേ? അതാണ് അതിൻ്റെ ഒരു കോർ പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ ഫസ്റ്റ് നോൺ ഹിസ്റ്ററി ഓഫ് പൈനിയേഴ്സ് വാസ് റിട്ടൺ. അതായത് ഹിസ്റ്ററി ഓഫ് പൈനിയേഴ്സ്, റോക്ക്ഡെയിൽ പൈനിയേഴ്സിൻ്റെ ഹിസ്റ്ററി എന്താണ്? 1858 ആരാണ്? ജോർജ് ജേക്കബ് ഹോളിയോക്ക്. ഓക്കെ, അതായത് സെൽഫ് ഹെൽപ്പ്
ബൈ ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ബുക്ക് ആര് പബ്ലിഷ് ചെയ്യുന്നു? ജോർജ് ജേക്കബ് ഹോളിയോക്ക്. റോക്ക്ഡെയിലിൻ്റെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ഇതാണ് പബ്ലിക്കേഷനാണ് എന്ത്, ജോർജ് ജേക്കബ് ഹോളിയോക്കിൻ്റെ സെൽഫ് ഹെൽപ്പ് ബൈ ദ പീപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഏതാണ്? സെൽഫ് ഹെൽപ്പ് ബൈ ദ പീപ്പിൾ. ആരുടേതാണ്? ജോർജ് ജേക്കബ് ഹോളിയോക്കിൻ്റെതാണ്. എന്തിനെ പറ്റി? റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ടാണ് അദ്ദേഹം ആ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ജോർജ് ജേക്കബ് ഹോളിയോക്ക് എൻറ്റൈൽ ചെയ്തിരിക്കുന്നത് എന്താണ്? സെൽഫ് ഹെൽപ്പ് ബൈ ദ പീപ്പിൾ. ആരെ പറ്റിയിട്ടാണ്? റബ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഏത് വർഷമാണ്? 1858. ഓക്കെ, നോർത്ത് ഓഫ് ഇംഗ്ലണ്ട് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി വാസ് ഫോംഡ് ഇൻ 1863. കേട്ടോ, നോർത്ത് ഓഫ് ഇംഗ്ലണ്ട് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞില്ലായിരുന്നോ? സ്കോട്ടിഷ് ഇല്ലേ, സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി. ഈ പറയുന്ന നോർത്ത് ഓഫ് ഇംഗ്ലണ്ട് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി 1863 ഫോം ചെയ്ത നോർത്ത് ഓഫ് ഇംഗ്ലണ്ട് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിയാണ് ഞാൻ പറഞ്ഞതുപോലെ 1868 റീനെയിം ചെയ്ത് സ്കോട്ടിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി എന്നാക്കി മാറ്റിയത്. അപ്പോൾ രണ്ടും പഠിച്ചിരിക്കുക. 1863 നോർത്ത് ഓഫ് ഇംഗ്ലണ്ട് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി, 1868 വരുമ്പം പേരെന്താക്കുക? സ്കോട്ടിഷ്. ഓക്കെ, മാറിപ്പോവരുതേ. സോ ഇതിൻ്റെ പുറകിലുള്ള എമിനൻ്റ് പേഴ്സൺസ് ആണ് ഇവിടെ പറയുന്നത്. വില്യം കൂപ്പർ, ജെയിംസ് സ്മിത്തീസ്, ദെൻ എബ്രഹാം ഗ്രീൻവുഡ് ഫ്രം ദ റെപ്സ് ആസ് എ പാർട്ട് ഓഫ് ദ ഫസ്റ്റ് കമ്മിറ്റി. അപ്പം ഇതാണ് ഇതിൻ്റെ പുറകിൽ, ഇതിൻ്റെ ഫോർമേഷനുമായിട്ട് പുറകിലുള്ള പേഴ്സൺസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, ദ പ്രിൻസിപ്പിൾസ്. റെപ്സ് അല്ലേ, റെപ്സിൽ നമ്മൾ പഠിക്കുന്ന പ്രിൻസിപ്പിൾസ് നമ്മൾ ഓൾറെഡി പഠിച്ചു. 8 പ്രിൻസിപ്പിൾസ് ആണ് അല്ലേ. 1844 റെപ്സ് ഫോം ചെയ്തതെങ്കിലും ഈ പ്രിൻസിപ്പിൾസുകൾ അഡോപ്റ്റ് ചെയ്തത് 1860 മുതലാണ് അല്ലേ. അപ്പോൾ 8 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ജസ്റ്റ് നമുക്ക് ഹെഡിങ് മാത്രം ഒന്ന് നോക്കാം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് അല്ലേ. ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോള്, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രണേജ്, ഡിവിഡൻഡ്. പിന്നെ അടുത്ത 4 ഏതൊക്കെയാണ്? ക്യാഷ് ട്രേഡിംഗ്, പൊളിറ്റിക്കൽ, റിലീജിയസ്, ന്യൂട്രാലിറ്റി, ദെൻ പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷൻ. ലാസ്റ്റ് പറയുന്നത് എന്താ? സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺആൾട്ടേർഡ് ഗുഡ്സ് അല്ലേ. അങ്ങനെ 8 പ്രിൻസിപ്പിൾസ് ആണ് റെപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലേ. അപ്പോൾ നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ ഹിസ്റ്ററി പഠിക്കുമ്പോഴും അല്ലേ അതിൽ പ്രിൻസിപ്പിൾസിന് തുടക്കം കുറിച്ചത് അല്ലേ, ആദ്യമായിട്ടൊരു സ്റ്റാൻഡേർഡ് ഫോമാറ്റ് കൊണ്ടുവന്നത് ആരാണ്? റെപ്സ് തന്നെയാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ആ ഹെഡിങ് 8 എണ്ണവും എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചിരിക്കുക. ഇനി ഇപ്പം നമ്മൾ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ ഇംഗ്ലണ്ടിൻ്റെ ജനറൽ ആയിട്ടുള്ള ടേംസുകൾ, നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടേംസുകളൊക്കെ പഠിച്ചു. കോൺ ലോസ്, വുമൺ ഗിൽഡ് അല്ലേ, എല്ലാം ഓർമ്മയുണ്ടല്ലോ. കോമൺവെൽത്ത്, കോപ്പറേറ്റീവ് പാർട്ടി, ലേബർ നോട്ട്സ്, ലേബർ എക്സ്ചേഞ്ച് അല്ലേ, ഇമ്പോർട്ടൻറ്റ് ടേംസുകളെല്ലാം പഠിച്ചു. റോക്ക്ഡെയിൽ പഠിച്ചു. ഇനി നമുക്ക് ഇംഗ്ലണ്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഈ പറയുന്ന 4 എമിനൻ്റ് പേഴ്സൺസും കൂടി നമ്മൾ പഠിക്കണം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് റോബർട്ട് ഓവണും വില്യം കിങ്ങും ആണ്. അപ്പോൾ ചാൾസ് അവർ എ.വി. നീലിനെ പറ്റി പഠിക്കാനൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത് ആരെയാണ്? അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കോൺട്രിബ്യൂഷൻ നടത്തിയ ആൾക്കാരെയാണ് നമുക്ക് ഉറപ്പായിട്ടും കൂടുതൽ പഠിക്കേണ്ടത്. അപ്പോൾ റോബർട്ട് ഓവണും വില്യം കിങ്ങും ആണ് കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളത്. നോക്കാം. ഫസ്റ്റ് റോബർട്ട് ഓവൺ. റോബർട്ട് ഓവൻ ജനിച്ച വർഷം മുതൽ എന്താണ് അദ്ദേഹം മരണപ്പെട്ട അത്രയും കാലങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചേ മതിയാവുകയുള്ളൂ. ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. സോ എപ്പോഴാണ് ജനനം? മെയ് 14, 1771 റോബർട്ട് ഓവൻ ജനിച്ചത് കേട്ടോ. മെയ് 14, 1771 റോബർട്ട് ഓവൻ ജനിച്ചത്. ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഫൗണ്ടർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ദ വേൾഡ്. ഇനി എന്താണ്? കോപ്പറേറ്റീവ് ഐഡിയോളജി, റിലീജിയസ് ന്യൂട്രാലിറ്റി, ഡോക്ട്രൈൻ ഓഫ് സർക്കംസ്റ്റാൻസസ്. ഇതേ പഠിച്ചേ. റോബർട്ട് ഓവനെ പറ്റിയിട്ടുള്ള 3 ടേമുകൾ പഠിച്ചേ. ഡോക്ട്രൈൻ ഓഫ് സർക്കംസ്റ്റാൻസസ്, റിലീജിയസ് ന്യൂട്രാലിറ്റി, കോപ്പറേറ്റീവ് ഐഡിയോളജി. തീർന്നില്ല, ഇനിയും ടേംസുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ 3 എണ്ണം പഠിച്ചേ. കോപ്പറേറ്റീവ് ഐഡിയോളജി, റിലീജിയസ്
ന്യൂട്രാലിറ്റി, ദെൻ ഡോക്ട്രൈൻ ഓഫ് സർക്കംസ്റ്റാൻസസ്. ഡോക്ട്രൈൻ ഓഫ് സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിലുള്ളതാണ്. അതായത് ഒരു പേഴ്സണെ നല്ലതും ചീത്തയും ആക്കുന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതിലൂടെ? ഡോക്ട്രൈൻ ഓഫ് സർക്കംസ്റ്റാൻസസ് എന്ന പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ അദ്ദേഹം പറഞ്ഞു. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് ഐഡിയോളജി, റിലീജിയസ് ന്യൂട്രാലിറ്റി, അദ്ദേഹം എല്ലാം ഫെയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാസ്റ്റ്, റിലീജിയൻ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷനും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ കോപ്പറേറ്റീവ് ഐഡിയോളജി, റിലീജിയസ് ന്യൂട്രാലിറ്റി, ഡോക്ട്രൈൻ ഓഫ് സർക്കംസ്റ്റാൻസസ് എല്ലാം ആരുടേതാണ്? റോബർട്ട് ഓവനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇപ്പോൾ റോബർട്ട് ഓവൻ്റെ ശരിക്കും ഒരു ഹിസ്റ്ററി നമ്മൾ ഇതിന് പറയുന്നതിന് മുമ്പ് പറയുവാണെങ്കിൽ, മീൻസ് അദ്ദേഹം കൊണ്ടുവന്ന കാര്യങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് പറയാം, റോബർട്ട് ഓവൻ ന്യൂ ലെനാർക്ക് മിൽ എന്ന് പറയുന്ന ഒരു മില്ലിൽ എന്താണ് എംപ്ലോയി ആയിരുന്നു. അപ്പോൾ അവിടെ തന്നെ അദ്ദേഹം അവിടുത്തെ ട്രേഡ് യൂണിയനിലും ഒക്കെ നല്ല ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അവിടെ തന്നെ ഒരു എന്താണ് എംപ്ലോയീസിൻ്റെ അപ്ലിഫ്മെൻറ്റിന് വേണ്ടിയിട്ട് ആസ് എ എംപ്ലോയി ആയിട്ട് എന്ത് ചെയ്തു, നല്ല രീതിയിൽ വർക്ക് ചെയ്തൊരു മനുഷ്യനായിരുന്നു ആര്? റോബർട്ട് ഓവൻ എന്ന് പറയുന്നത്. ദെൻ അവിടുത്തെ ഓണറിൻ്റെ മരണം എന്താണ്, അദ്ദേഹത്തിന് ഓണറിൻ്റെ മകളെ വിവാഹം ചെയ്യുകയും ഓണറിൻ്റെ മരണശേഷം എന്ത് ചെയ്യുന്നു, അദ്ദേഹം അവിടുത്തെ ന്യൂ ലെനാർക്ക് മില്ലിൻ്റെ ഓണർ ആവുകയും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ആ സൊസൈറ്റിയിലെ തന്നെ അല്ലെങ്കിൽ ദാറ്റ് മീൻസ് ആ മില്ലിൻ്റെ തന്നെ എന്താണ് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ചെയ്യുകയും കൂടുതൽ എന്താണ് എല്ലാവർക്കും തുല്യ വേതനം കൊടുക്കുന്നു, എല്ലാവർക്കും ആവശ്യമുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നു, വർക്കേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അല്ലേ? വളരെ നല്ല രീതിയിൽ അവരുടെ പൊട്ടൻഷ്യൽ കൂടുതൽ മെച്ചപ്പെടുത്തണമെങ്കിൽ അവരുടെ ചുറ്റുപാടുകൾ എന്ത് ചെയ്തിരിക്കണം, മെച്ചപ്പെടുത്തിയാൽ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അപ്പം നമ്മൾ ഒരുപാട് നല്ല രീതിയിൽ ചെയ്താൽ ചുറ്റുമുള്ളവരും എന്ത് ചെയ്യണം, അതേ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് തിരിച്ചു തരണം, അല്ലേ? പക്ഷേ ഇവിടെ റോബർട്ട് ഓവൻ്റെ തോട്ടുകളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം വളരെ നല്ലതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അത് സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. ബിക്കോസ് ചുറ്റുമുള്ള വർക്കേഴ്സ് എന്ത് ചെയ്തിട്ടില്ല, ആ കൊടുത്ത ഫ്രീഡത്തിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, കൊടുത്ത ഫ്രീഡത്തിന് അവർ എന്ത് ചെയ്യുവാണ്, എക്സ്പ്ലോയിറ്റ് ചെയ്തു. സോ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ അവിടെ എന്ത് ചെയ്തു, വേസ്റ്റായി പോയെന്ന് പറയാൻ പറ്റില്ല, ഉദ്ദേശിച്ച രീതിയിൽ റിസൾട്ട് എത്തിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എന്താണ് ഈ ഒരു സംരംഭം എന്ത് ചെയ്യുന്നത്, ഇംഗ്ലണ്ടിലേക്ക് എത്തിപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതാണ് റിലീജിയസ് ന്യൂട്രാലിറ്റി, ഡോക്ട്രൈൻ ഓഫ് സർക്കംസ്റ്റാൻസസ്, കോപ്പറേറ്റീവ് ഐഡിയോളജി ഒക്കെ. ഇനി അടുത്ത നമ്മൾ നോക്കാം വില്ലേജ് കോപ്പറേറ്റീവ്സുകൾ. വില്ലേജ് കോപ്പറേറ്റീവ്സുകൾക്ക് തുടക്കം എവിടെയായിരുന്നു? വില്ലേജ് കോപ്പറേറ്റീവ്സുകൾക്ക് തുടക്കം ഇംഗ്ലണ്ടിലായിരുന്നു. ദെൻ അദ്ദേഹത്തിനെ എന്താ വിളിക്കുന്നത്, റോബർട്ട് ഓവനെ വിളിക്കുന്നത് എന്താണ്, ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ്. എന്താണ് റോബർട്ട് ഓവനെ വിളിക്കുന്ന പേരെന്താണ്? ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് കേട്ടോ, ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ്. ദെൻ പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് ലേബർ. എന്താണ് ചൈൽഡ് ലേബർ, അബോളിഷ്മെൻറ്റ് ഓഫ് ചൈൽഡ് ലേബർ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എന്താണ് ഒബ്ജക്റ്റീവ് ആയിരുന്നു അത്. പുവർ മാൻസ് ഡോക്ടർ. അത് എന്താണ്, പാവപ്പെട്ടവൻ അല്ലേ, പാവപ്പെട്ടവൻ്റെ എന്താണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അല്ലേ അവർക്ക് എന്താണ് അവരുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് ചിന്തിച്ചൊരു വ്യക്തിയായിരുന്നു റോബർട്ട് ഓവൻ. പുവർ മാൻസ് ഡോക്ടർ. Then first experiment in the establishment of village cooperation, popularly known as communist colonies. അപ്പം ഇവിടെ നമുക്ക് ചോദ്യം പഠിക്കാം, കമ്മ്യൂണിസ്റ്റ് കോളനീസ് ഏത് രാജ്യവുമായി ബന്ധപ്പെടുന്നു, ആരുമായി ബന്ധപ്പെടുന്നു? കമ്മ്യൂണിസ്റ്റ് കോളനീസ് സ്ഥാപിച്ചത് റോബർട്ട് ഓവൻ ആണ്. ഏത് രാജ്യത്താണ്? ഇംഗ്ലണ്ടിലാണ് അല്ലേ. അപ്പോൾ ദ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് വില്ലേജ് കോപ്പറേഷൻ, വില്ലേജ് കോപ്പറേറ്റീവ്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ എന്ത് സ്ഥാപിച്ചു? കമ്മ്യൂണിസ്റ്റ് കോളനീസുകൾ ആര് സ്ഥാപിച്ചു? റോബർട്ട് ഓവൻ സ്ഥാപിച്ചു. സോ ഈ കമ്മ്യൂണിസ്റ്റ് കോളനിയുമായി ബന്ധപ്പെട്ടാണ് എന്ത് വരുന്നത്? ന്യൂ ഹാർമണി 1826 ന്യൂ ഹാർമണി ഫോം ചെയ്യുന്നത്. ന്യൂ ഹാർമണി ഫോം ചെയ്യുന്നത് ഏത് വർഷമാണ്? 1826 റോബർട്ട് ഓവൻ ആണ്. ഓക്കെ, ന്യൂ ഹാർമണി കമ്മ്യൂണിസ്റ്റ് കോളനിയുമായി ബന്ധപ്പെടുന്നു. ന്യൂ ഹാർമണി 1826 ഫോം ചെയ്യുന്നു. ദെൻ പയനിയർ ഓഫ് ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസ്. ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസ് അപ്പം നമ്മൾ ആലോചിച്ചാൽ മതി,
ചൈൽഡ് ലേബർ അബോളിഷ് ചെയ്യുന്നു, റിലീജിയസ് ന്യൂട്രാലിറ്റി കൊണ്ടുവരുന്നു. എല്ലാം അല്ലേ ബെറ്റർ മീൻസ് ആ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു ചുറ്റുമുള്ള വർക്കേഴ്സിൻ്റെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം തന്നെ അദ്ദേഹം എന്ത് ചെയ്തു കൊണ്ടുവന്നു എന്നുള്ളതാണ്. സോ പയനിയർ ഓഫ് ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസ്. ദെൻ റോബർട്ട് ഓവൻ പബ്ലിഷ്ഡ് ഹിസ് ബുക്ക് എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത്. എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി. അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നൊരു ബുക്കും പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് ഏതാണ്? എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി. ഇപ്പോൾ ഏതാണ് ചോദ്യം? എങ്ങനെയാണ്? റോബർട്ട് ഓവൻ്റെ ഫേമസ് പബ്ലിക്കേഷനും ചോദിക്കാം, അല്ലെങ്കിൽ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി ആരുടെ പബ്ലിക്കേഷനാണ്? ആരുടെയാണ്? റോബർട്ട് ഓവൻ്റെ പബ്ലിക്കേഷനാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടെ ഓർക്കാലോ. വില്ലേജ് കോപ്പറേറ്റീവ്സ്, ദെൻ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കമ്മ്യൂണിസ്റ്റ് കോളനീസ് പഠിച്ചു. അതുതന്നെയാണ് ന്യൂ ഹാർമണി 1826 അദ്ദേഹത്തിനെ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് എന്ന് വിളിക്കുന്നു. ദെൻ പ്രിവെൻഷൻ ഓഫ് ചൈൽഡ് ലേബർ, ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസ് കൊണ്ടുവന്നു. പുവർ മാൻസ് ഡോക്ടർ എന്ന് വിളിക്കുന്ന ആരെയാണ്? പുവർ മാൻസ് ഡോക്ടർ ആരെയാണ്? റോബർട്ട് ഓവനെയാണ് പുവർ മാൻസ് ഡോക്ടർ എന്ന് വിളിക്കുന്നു. ദെൻ ബുക്കും കൂടെ പഠിക്കുക, എ ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി. Famous statement of Robert Owen: no man birth either too good or too bad, but circumstances make a man good or bad. നമ്മൾ തൊട്ട് മുന്നേ ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത് തന്നെയാണ്, സെയിം കാര്യം തന്നെയാണ് അല്ലേ? വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലേ? എളുപ്പമല്ലേ? നമ്മുടെ സാഹചര്യങ്ങളാണല്ലോ നമ്മൾ മനുഷ്യനെ നല്ലതും ചീത്തയും ആക്കുന്നത്. അത്രയേ ഉള്ളൂ. സാഹചര്യം മെച്ചപ്പെട്ടാൽ നമ്മളും അതിനനുസരിച്ച് വളരും. ദെൻ ന്യൂ ലെനാർക്ക് മില്ല്. ന്യൂ ലെനാർക്കിൻ്റെ മില്ലിൻ്റെ കഥ നമ്മൾ പഠിച്ചു അല്ലേ? അവിടുത്തെ ഒരു എംപ്ലോയി ആയിരുന്നു റോബർട്ട് ഓവൻ അല്ലേ? അപ്പം ന്യൂ ലെനാർക്ക് മില്ല് ഏത് വർഷമാണ്? 1785 കേട്ടോ, ന്യൂ ലെനാർക്ക് മില്ല്. അപ്പോൾ ചോദ്യം, ന്യൂ ലെനാർക്ക് മില്ല് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചോദ്യം വരാം. അത് ഏത് കൺട്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യം വരാം. ഏത് വർഷം? എല്ലാം നമ്മൾ പഠിച്ചില്ലേ? ന്യൂ ലെനാർക്ക് മില്ല് ഇംഗ്ലണ്ടാണ്, റോബർട്ട് ഓവനുമായി ബന്ധപ്പെടുന്നു. 1785 വർഷം. ഓക്കെ. ദെൻ അക്കോർഡിംഗ് ടു C.R. ഫെയ്ഡ്, നമ്മൾ റോക്ക്ഡെയിലിനെ പറ്റി നമ്മൾ ജോർജ് ജേക്കബ് ഹോളിയോക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ എന്താണ് C.R. ഫെയ്ഡ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് റോബർട്ട് ഓവനെ പറ്റിയിട്ട്. റോബർട്ട് ഓവൻ ഈസ് നോട്ട് എൻ ഇൻവെൻറ്റർ, ഓൺലി എ ഇൻസ്പിറേഷൻ. അതായത് റോബർട്ട് ഓവൻ പുതിയതായിട്ട് അല്ലെങ്കിൽ അത്രത്തോളം ഒരു ബെറ്റർ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ പല പല പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചാലില്ല. പക്ഷേ എന്താണ്, ഈ ഒരു സെക്ടറിലോട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് റോബർട്ട് ഓവൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ വ്യൂ ആണല്ലോ ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട്. സോ C.R. ഫെയ്ഡ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഫേമസ് ആണ്. റോബർട്ട് ഓവൻ ഈസ് നോട്ട് ആൻ ഇൻവെൻറ്റർ, ഓൺലി ആൻ ഇൻസ്പിറേഷൻ. ഓക്കെ. അബോളിഷ് ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ് അല്ലേ? ആരുടെ മോട്ടോയാണ്? ചൈൽഡ് ലേബർ അബോളിഷ് ചെയ്യണം, അതുപോലെ തന്നെ പ്രൈവറ്റ് പ്രോഫിറ്റും അബോളിഷ് ചെയ്യണമെന്നുള്ളത് റോബർട്ട് ഓവൻ്റെ മോട്ടീവായിരുന്നു. ഓക്കെ. അദ്ദേഹം ഏത് വർഷമാണ് മരണപ്പെട്ടത്? നവംബർ 17, 1858. 1771 അദ്ദേഹം ജനിച്ചത്. 1758 അദ്ദേഹം മരണപ്പെട്ടു. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അഗെയിൻ നിങ്ങൾ ഓർത്തുകൊള്ളുക, റിലീജിയസ് ന്യൂട്രാലിറ്റി, ഡോക്ട്രിൻ ഓഫ് സർക്കംസ്റ്റാൻസസ്, കോപ്പറേറ്റീവ് ഐഡിയോളജി, അതുപോലെ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ബുക്ക് പഠിക്കുക, ന്യൂ വ്യൂ ഓഫ് സൊസൈറ്റി. ദെൻ എന്താണ് മോട്ടോ? എന്താണ്? പ്രൈവറ്റ് പ്രോഫിറ്റ് അബോളിഷ് ചെയ്യുക, അതുപോലെ തന്നെ ചൈൽഡ് ലേബർ അബോളിഷ് ചെയ്യണമെന്നുള്ള മോട്ടോയും ഉണ്ടായിരുന്നു കേട്ടോ. C.R. ഫെയ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് മറക്കരുത്. എന്താണ്? ന്യൂ ലെനാർക്ക് മില്ല് ഫോം ചെയ്ത വർഷം. ഓക്കെ, 1785. ദെൻ അദ്ദേഹം മരണപ്പെട്ട വർഷം ഏതാണ്? 1858. ഓക്കെ. അപ്പം നമ്മൾ റോബർട്ട് ഓവനെ പറ്റി കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ? ജനനം, എങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു സെക്ടറിലേക്ക് വന്നത് അല്ലേ? ദെൻ ന്യൂ ലെനാർക്ക് മില്ലിൻ്റെ ബേസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ നോക്കി, ഇമ്പോർട്ടൻ്റ് ടേമുകൾ നോക്കി അല്ലേ? അപ്പോൾ ഇത്രയുമാണ് റോബർട്ട് ഓവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ന്യൂ ഹാർമണിയുടെ വർഷം മറക്കരുത്, എക്സാമിന് ചോദിക്കാം കേട്ടോ. ന്യൂ ഹാർമണി 1826.
അപ്പോൾ നമ്മൾ റോബർട്ട് ഓവൻ പഠിച്ചു. എന്താണ് ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇംഗ്ലണ്ട് പഠിച്ചു, റോക്ക്ഡെയിൽ പഠിച്ചു, റോബർട്ട് ഓവൻ പഠിച്ചു. അടുത്ത എന്താണ് ഇംഗ്ലണ്ടിലെ തന്നെ ഇമ്പോർട്ടൻ്റ് പേഴ്സൺ അടുത്ത ആരാണ്? വില്യം കിങ് ആണ്. നോക്കാം, വില്യം കിങ് ബോൺ 17th April 1786. സോ ആദ്യം നിങ്ങൾ ജനിച്ചത് പഠിക്കുക. ജനിച്ചത് ഏത് വർഷമാണ്? 17 ഏപ്രിൽ 1786. 17 ഏപ്രിൽ 1786 വില്യം കിങ് ജനിച്ചത്. ബർത്ത് പ്ലേസ് എവിടെയാണ്? ബർത്ത് പ്ലേസ് എവിടെയാണ്? എപ്സ്വിച്ച്. എവിടെ? എപ്സ്വിച്ച്, UK അല്ലേ? ബർത്ത് പ്ലേസ് എവിടെയാണ്? എപ്സ്വിച്ച്, UK-യിലാണ്. റോബർട്ട് ഓവൻ ന്യൂ ടൗൺ എന്ന് പറയുന്ന ഒരു പ്ലേസിലാണ് കേട്ടോ ജനിച്ചത്, ന്യൂ ടൗൺ. അപ്പോൾ വില്യം കിങ് ബർത്ത് പ്ലേസ് ഓർത്തുക, ഇപ്സ്വിച്ച്, UK. ദെൻ എന്തായിരുന്നു പ്രൊഫഷൻ എന്തായിരുന്നു? ഹി വാസ് എ ഫിസിഷ്യൻ. വില്യം കിങ്ങിൻ്റെ പ്രൊഫഷൻ എന്തായിരുന്നു? ഹി വാസ് എ ഫിസിഷ്യൻ. ഹി വാസ് എ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. ദേ വന്നു അടുത്ത ചോദ്യം. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ചോദിച്ചു. ഒരു ഡൗട്ടും ഇല്ലാതെ നമ്മൾ പറയും റോബർട്ട് ഓവൻ എന്നാണ്. എന്നാൽ ചോദ്യം ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എന്താണ് കോപ്പറേറ്റീവ് നോളേജ് അല്ലേ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു സെക്ടറിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? വില്യം കിങ് ആണ്. ചോദ്യം എങ്ങനെയാണ്? ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആരാണ്? വില്യം കിങ് ആണ്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, വേൾഡിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് ജേണൽ കോപ്പറേഷനുമായി ബന്ധപ്പെട്ട് ആദ്യമായി പുറത്തിറങ്ങിയ ജേണൽ ഏതാണ്? കോപ്പറേറ്റർ ആണ്. അപ്പോൾ ആദ്യമായി 3 ചോദ്യങ്ങൾ നമുക്ക് ഇതിലൂടെ പഠിക്കാം. ആദ്യമായി വേൾഡിലെ ഫസ്റ്റ് ജേണൽ കോപ്പറേറ്റർ ആണ്. ഇനി അത് ആരാണ് കൊണ്ടുവന്നത്? വില്യം കിങ് ആണ്. വില്യം കിങ് ഏത് രാജ്യവുമായി ബന്ധപ്പെടുന്നു? ഇംഗ്ലണ്ടാണ്. ഇനി അത് ഏത് വർഷമാണ് കൊണ്ടുവന്നത്? 1828 അത് പബ്ലിഷ് ചെയ്തത് 1830 എന്ന് പറയുന്നുണ്ട് കേട്ടോ. 1830 എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ചോദിക്കുന്നത് ഇത് മാത്രമേ ചോദിക്കുകയുള്ളൂ കേട്ടോ. ഞാനൊരു അഡീഷണൽ ഇൻഫർമേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. 13 പഠിച്ച് വെക്കരുത്. പബ്ലിഷ് ചെയ്ത് അങ്ങനെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല. കോപ്പറേറ്ററിൻ്റെ ഇയർ മാത്രമേ അങ്ങനെ ചോദിച്ചിട്ടുള്ളൂ, 1828. ഓക്കെ അല്ലേ? ദെൻ വില്യം കിങ് വാസ് എ ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ്. അപ്പം നമുക്ക് ഇവിടെ ഒരു കമ്പാരിസൺ നടത്താം. നമ്മൾ റോബർട്ട് ഓവൻ എന്ത് വിളിച്ചു? ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് എന്ന് വിളിച്ചെങ്കിൽ വില്യം കിങ്ങിനെ നമുക്ക് എന്ത് വിളിക്കാം? ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് എന്ന് വിളിക്കാം. ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ്. ഓക്കെ, പഠിച്ചല്ലോ. 17 ഏപ്രിൽ 1786 അദ്ദേഹം ജനിച്ചു. എവിടെ ജനിച്ചു? എപ്സ്വിച്ചിൽ ജനിച്ചു. ദെൻ അദ്ദേഹം ഒരു ഫിസിഷ്യൻ ആയിരുന്നു. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ്റെ ഫാദർ ആണെന്ന് നമുക്ക് വിളിക്കാം. അതുപോലെ അദ്ദേഹം കോപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷൻ പുറത്തിറക്കി 1828. ദെൻ അദ്ദേഹം എന്താണ്? ഒരു ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് ആണ്. ക്ലിയർ അല്ലേ? ഹി അഡ്വക്കേറ്റ് സ്മാളർ ആൻഡ് കോമ്പാക്റ്റ് ടൈപ്പ് ഓഫ് കോളനീസ്. അപ്പോൾ റോബർട്ട് ഓവൻ ചെയ്തു വെച്ച കാര്യങ്ങളിൽ തന്നെ കുറച്ചുകൂടെ ഒരു മാറ്റം വരുത്തി അതിൽ തന്നെ പ്രൊമോട്ട് ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വില്യം കിങ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഹി അഡ്വക്കേറ്റഡ് സ്മോളർ ആൻഡ് കോമ്പാക്റ്റ് ടൈപ്പ് ഓഫ് കോളനീസുകൾ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അക്കോർഡിംഗ് ടു വില്യം കിങ്, ഒരു ഫേമസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, only men of knowledge was the basic thing for the success of cooperatives. നമുക്ക് അറിവ് അല്ലേ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മളൊരു കാര്യം മനസ്സിലാക്കി അതിൻ്റെ പോസിബിലിറ്റീസ് മനസ്സിലാക്കി അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഒരു അറിഞ്ഞ് ചെയ്യാൻ പോകുന്നതും ഒരു ഐഡിയയും ഇല്ലാതെ ഒരു നോളേജും ഇല്ലാതെ നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതും രണ്ടും രണ്ടല്ലേ. അദ്ദേഹം അത്രേ പറഞ്ഞുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ അത് പ്രാക്ടിക്കലി അത് അപ്ലൈ ചെയ്തു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് നമ്മൾ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് വിളിക്കാനുള്ള റീസണും അതുകൊണ്ട് തന്നെയാണ്. ആ ഒരു എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് ആദ്യമായി പറഞ്ഞത് ആരാണ്? വില്യം കിങ് ആണ്. So only men of knowledge was a basic thing for the success for cooperatives. ഇനി according to William King, family is considered to be the nucleus for the cooperative life. ഫാമിലി ആണ് എന്ത് ചെയ്യുന്നത്? ഒരു ബേസിക് ഇതായിട്ട് കൊടുത്തിരുന്ന ആരെയാണ്? ഫാമിലിയാണ് അല്ലേ. ഫാമിലി ഈസ് കൺസിഡേർഡ് ടു ബി ദി ന്യൂക്ലിയസ് ഫോർ ദ കോപ്പറേറ്റീവ് ലൈഫ്. ദെൻ he is known the best as early supporter of the cooperative movement. റോബർട്ട് ഓവൻ കഴിഞ്ഞാൽ
അടുത്ത നെക്സ്റ്റ് നമുക്ക് ആരെ തന്നെ പറയാം, വില്യം കിങ് തന്നെ പറയാം. ഒരു ബെസ്റ്റ് സപ്പോർട്ടറാണ് ഈ ഒരു സെക്ടറിൽ. വില്യം കിങ് ഫൗണ്ടഡ് ഇൻ എ കോപ്പറേറ്റീവ് സ്റ്റോർ ഇൻ ബ്രൈറ്റൺ. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു കോപ്പറേറ്റീവ് സ്റ്റോർ ബ്രൈറ്റണിൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കോപ്പറേറ്റീവ് സ്റ്റോർ ബ്രൈറ്റണിൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വില്യം കിങ് കോപ്പറേറ്റീവ് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണെന്നുള്ള ചോദ്യം വരാം, ഏത് പ്ലേസിലാണെന്നുള്ള ചോദ്യം വരാം. ബ്രൈറ്റൺ ആണ്. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടൊരു ഫണ്ടും കൂടെ ഉണ്ട്, ബ്രൈറ്റൺ കോപ്പറേറ്റീവ് ബെനവലൻറ്റ് ഫണ്ട്. ഇതൊരു ചോദ്യമാണ്. ബ്രൈറ്റൺ കോപ്പറേറ്റീവ് ബെനവലൻറ്റ് ഫണ്ട് ആരുമായി ബന്ധപ്പെടുന്നു? എന്താണ്? ബ്രൈറ്റൺ കോപ്പറേറ്റീവ് ബെനവലൻറ്റ് ഫണ്ട് ആരുമായി ബന്ധപ്പെടുന്നു? ആരുമായി ബന്ധപ്പെടുന്നു? വില്യം കിങ്ങുമായി ബന്ധപ്പെടുന്നു. He pointed out knowledge and the union are power directed by knowledge is the happiness, happiness is the end of creation. കണക്ട് ചെയ്താണ് പറയുന്നത് അല്ലേ. He pointed the knowledge and the union are power. എങ്ങനെയാണ്? പവർ ഡയറക്റ്റഡ് ബൈ നോളേജ് അല്ലേ. ദ നോളേജ് എന്താണ്? ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ് ഇസ് എൻഡ് ഓഫ് ക്രിയേഷൻ അല്ലേ. നമ്മൾ എന്തിനും എല്ലാ കാര്യങ്ങളും എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ എന്താണ്, നോളേജ് അതിലേക്ക് നമ്മളെ വഴിതെളിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോളേജിൽ നിന്ന് ആ ഹാപ്പിനെസ്സിലേക്കുള്ള ആ ഒരു ദൂരം അല്ലേ. അപ്പോൾ അത് നോളേജ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഹാപ്പിനെസ്സിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുന്നത്. ദെൻ ഹി വാസ് എ പൈനർ ഓഫ് കോപ്പറേറ്റീവ് ട്രേഡിംഗ് ഓർഗനൈസേഷൻ കേട്ടോ. കോപ്പറേറ്റീവ് ട്രേഡിംഗ് ഓർഗനൈസേഷൻ, ട്രേഡിംഗ് അസോസിയേഷനുകളുണ്ട്. റോബർട്ട് ഓവൻ്റെ കീഴിൽ ട്രേഡിംഗ് അസോസിയേഷനുകൾ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ട്രേഡിംഗ് ഓർഗനൈസേഷൻ പറയുമ്പോൾ മാറിപ്പോവരുത്, വില്യം കിങ് തന്നെ ഓർക്കുക കേട്ടോ. ട്രേഡിംഗ് ഓർഗനൈസേഷൻസുകൾ കേട്ടോ, ട്രേഡിംഗ് ഓർഗനൈസേഷൻസ് വില്യം കിങ് ആണ്. ഇനി അദ്ദേഹം എന്നാണ് മരണപ്പെട്ടത്? 19 ഒക്ടോബർ 1865 അദ്ദേഹം മരണപ്പെട്ടത് കേട്ടോ. 19 ഒക്ടോബർ 1865 അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ 17 ഏപ്രിൽ 1786 അദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തിൻ്റെ ബർത്ത് പ്ലേസ് ഇപ്സ്വിച്ച് ആണ്. ഫിസിഷ്യനാണ്. എഡ്യൂക്കേഷൻ്റെ കേസ് മറക്കരുത്. ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് ആണ്. ഫസ്റ്റ് പബ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു. ദെൻ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു. നോളേജിനെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിഷൻ നമ്മൾ മനസ്സിലാക്കി. കോപ്പറേറ്റീവ് സ്റ്റോറ്, അതുമായി ബന്ധപ്പെട്ട ഫണ്ട് നമ്മൾ പഠിച്ചു, കോപ്പറേറ്റീവ് ബെനവലൻറ്റ് ഫണ്ട്. പിന്നെ എന്താണ്, നോളേജും ഹാപ്പിനെസ്സിൻ്റെ ഒരു യൂണിയൻ മനസ്സിലാക്കി തന്നു. ദെൻ കോപ്പറേറ്റീവ് ട്രേഡിംഗ് ഓർഗനൈസേഷൻ. അദ്ദേഹം മരണപ്പെട്ടത് എന്നാണ്? 19 ഒക്ടോബർ 1865 ബ്രൈറ്റൺ ആണ്. ഓക്കെ അല്ലേ. റോബർട്ട് ഓവൻ അദ്ദേഹം ജനിച്ചു, പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മരണപ്പെട്ടു. വില്യം കിങ് നമ്മൾ അതുപോലെ പഠിച്ചു, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മളതിൽ 2 വ്യക്തികളെയും കൂടെ നമ്മളൊന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ എന്താണ്, നമ്മൾ ചാൾസ് ഹൗറയെ പറ്റി പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കറാണ്. അതുപോലെ തന്നെ റോക്ക്ഡെയിൽ യൂണിയൻ അദ്ദേഹം കൊണ്ടുവന്നു എന്ന് പഠിച്ചു അല്ലേ. ഇനി EV നീൽ, 4 പേഴ്സൺസ് നമ്മളവിടെ ഇംഗ്ലണ്ടിൽ പ്രോമിനൻറ്റ് പേഴ്സൺസ് പഠിച്ചപ്പോൾ പറഞ്ഞ മറ്റൊരു പേരാണ് EV നീൽ. അപ്പോൾ ഇത് EV നീൽ ഏത് രാജ്യക്കാരനാണെന്ന് ചോദിക്കാറുണ്ട്. കാരണം നമ്മൾ ഇംഗ്ലണ്ടിൽ റോക്ക്ഡെയിൽ, റോബർട്ട് ഓവൻ, വില്യം കിങ്, ചാൾസ് ഹൗറ മാക്സിമം അല്ലേ, അത്രയും നമ്മൾ പഠിച്ചു വെക്കും. EV നീൽ വലിയ കോൺട്രിബ്യൂഷൻസുകൾ കൊടുക്കാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മളത് വിട്ടുപോകരുത്. EV നീൽ ഏത് രാജ്യക്കാരനാണെന്ന് ചോദിക്കാം. അദ്ദേഹം കൊണ്ടുവന്ന 2-3 കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി കേട്ടോ, ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിന് ഫോർമേഷനുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. ലണ്ടനിലെ സെൻട്രൽ കോപ്പറേറ്റീവ് ഏജൻസി 1876 ഫോം ചെയ്ത ലണ്ടനിലെ സെൻട്രൽ കോപ്പറേറ്റീവ് ഏജൻസി അദ്ദേഹം കൊണ്ടുവന്നു. ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ICA, 1895 ഫോം ചെയ്ത ICA അല്ലേ. ICAയുടെ ഫോർമേഷനുമായും ഇദ്ദേഹം വളരെ റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ. അപ്പോൾ EV നീലിനെ പറ്റിയുള്ള മെയിൻ പോയിന്റുകൾ ഏതൊക്കെയാണ്? കോപ്പറേറ്റീവ് ഹോൾസെയിൽ സ്റ്റോർ ഇൻ ഇംഗ്ലണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ കോപ്പറേറ്റീവ് ഏജൻസി ലണ്ടനിൽ, സെൻട്രൽ കോപ്പറേറ്റീവ് ഏജൻസി, ദെൻ ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ICA. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ്, ഇംഗ്ലണ്ട് പഠിച്ചു.
ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് എന്താണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു കൺട്രിയാണ്, കൂടുതൽ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളൊരു കൺട്രിയാണ്. അപ്പോൾ ഇംഗ്ലണ്ട് ബേസിക് ഡീറ്റെയിൽസ്, ടേംസുകൾ പഠിക്കുക, റോക്ക്ഡെയിലിനെ പറ്റി പഠിക്കുക, അതുപോലെ തന്നെ റോബർട്ട് ഓവൻ, വില്യം കിങ്, ചാൾസ് ഹൗറ, EV നീൽ, ഈ പറയുന്ന 4 പേഴ്സൺസ് ആണ് നമുക്ക് ഇംഗ്ലണ്ടിൽ നമ്മൾ പറഞ്ഞത്, റോക്ക്ഡെയിൽ കൂടാതെ. അപ്പോൾ എല്ലാവരെയും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഏതിലോട്ട് കിടക്കാം? ജർമ്മനിയിലോട്ട് കിടക്കാം. നെക്സ്റ്റ് കൺട്രി ഏതാണ്? ജർമ്മനിയാണ്. ജർമ്മനി ഈസ് എ ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോർപ്പറേഷൻ. ജർമ്മനി നമുക്ക് എന്ത് വിളിക്കാം? ജർമ്മനി ഈസ് എ ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോർപ്പറേഷൻ. നമ്മുടെ വേൾഡ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് പഠിക്കുമ്പോൾ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ആദ്യമായി വന്നത് എവിടെയാണ്? ജർമ്മനിയിലാണ്. റോക്ക്ഡെയിൽ സ്റ്റാർട്ട് ചെയ്തത് ഏത് ടൈപ്പ് സൊസൈറ്റിയാണ്? കൺസ്യൂമർ സൊസൈറ്റീസുകളാണ്. അപ്പോൾ ക്രെഡിറ്റ് സൊസൈറ്റികളുടെ ഉദയം എന്ന് പറയുന്നത് ഏത് രാജ്യമാണ്? ജർമ്മനിയാണ്. നമ്മൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഇൻ ഇന്ത്യ പഠിച്ചപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ് അതിന് തുടക്കം കുറിച്ചത്, അതിൻ്റെ ഹിസ്റ്ററി പഠിച്ചപ്പോൾ നമ്മൾ ജർമ്മനിയുടെ കേസ് അവിടെ സ്പെസിഫൈ ചെയ്തിരുന്നു അല്ലേ? ഫെഡറിക് നിക്കോൾസിൻ്റെ കേസ് നമ്മളവിടെ സ്പെസിഫൈ ചെയ്തിരുന്നു. നോക്കാം ജർമ്മനി എന്താണ്? ജർമ്മനി ഈസ് എ ക്രാഡിൽ ഓഫ് ക്രെഡിറ്റ് കോർപ്പറേഷൻ. ഇൻ ഇന്ത്യ ദ ഇൻസ്പിറേഷൻ ഫോർ ദ കോപ്പറേറ്റീവ്സ് മൂവ്മെൻറ്റ് കെയിം ലാർജ്ലി ഫ്രം ജർമ്മനി. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഫെഡറിക് നിക്കോൾസൺ എന്ത് ടൈപ്പ് അല്ലെങ്കിൽ ഏത് രാജ്യത്തെ എന്ത് ടൈപ്പ് സൊസൈറ്റി ഇന്ത്യയിലോട്ട് കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് അവിടെ സ്പെസിഫൈ ചെയ്തത്? ഫൈൻഡ് റൈഫീസൺ എന്നായിരുന്നു അല്ലേ? നമ്മളത് പഠിച്ചു അല്ലേ? ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ഇന്ത്യ കടമെടുത്തത് ആരിൽ നിന്നാണ്? ജർമ്മനിയിൽ നിന്നാണ്. Birthplace of Urban Cooperative Bank, birthplace of Cooperative Credit Societies, birthplace of Land Mortgage Bank. നമ്മൾ ഇംഗ്ലണ്ടിലും അങ്ങനെ പഠിച്ചു. കൺസ്യൂമർ, ഹൗസിംഗ് അല്ലേ, ഇൻഷുറൻസ് സെക്ടർ എല്ലാം ഇംഗ്ലണ്ടിൽ നിന്ന് പഠിച്ചു. ഇനി അടുത്തിവിടെ നമുക്ക് ജർമ്മനി പഠിക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ്? അർബൻ, ക്രെഡിറ്റ്, ലാൻഡ് മോർഗേജ് ബാങ്ക് പഠിച്ച് എന്തൊക്കെയാണ് ജർമ്മനിയുമായി റിലേറ്റ് ചെയ്യുന്നത്? അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസുകൾ, അതുപോലെ തന്നെ ലാൻഡ് മോർഗേജ് ബാങ്കുകളുടെ തുടക്കവും എവിടെയാണ്? ജർമ്മനിയിലായിരുന്നു. ഏതൊക്കെയാണ്? അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, അതുപോലെ ബാങ്കുകൾ, അതുപോലെ തന്നെ ലാൻഡ് മോർഗേജ് ബാങ്കുകൾ, അതുപോലെ ക്രെഡിറ്റ് സൊസൈറ്റീസുകൾ. ഇത് മൂന്നും സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? ഉദയം കുറിച്ചത് ജർമ്മനിയിലാണ്. മെത്തീൻ ഓഫ് കോപ്പറേഷൻ നമ്മൾ എന്ത് പഠിച്ചു? മെക്ക, ഇംഗ്ലണ്ട് എന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ മെത്തീൻ ആരാണ്? ജർമ്മനി. ഓക്കെ, മെക്ക ഇംഗ്ലണ്ട് ആണെങ്കിൽ മെത്തീൻ ആരാണ്? തൊട്ടടുത്ത് നോക്കുക, ജർമ്മനിയാണ്. ഓക്കെ അല്ലേ? ഫോർമേഷൻ ഓഫ് ഫസ്റ്റ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വാസ് ഇൻ ജർമ്മനി. ഫസ്റ്റ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എവിടെയാണ്? ജർമ്മനിയിലാണ് കേട്ടോ. ഫസ്റ്റ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എവിടെയാണ്? വേൾഡിലെ ഫസ്റ്റ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എവിടെയാണ്? ജർമ്മനിയിലാണ്. ന്യൂഹിമാറ്റ് ഈസ് എ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഓഫ് ജർമ്മനി. ഇനി ഇവിടെ നിങ്ങൾ ഇപ്പം ഒരു പർട്ടിക്കുലർ കൺട്രി അവർ തുടക്കം കുറിച്ചത് ക്രെഡിറ്റ് സൊസൈറ്റീസുകളാണ് എന്ന് കരുതി അവിടെ ക്രെഡിറ്റ് സൊസൈറ്റികൾ മാത്രമാണുള്ളതെന്ന് നിങ്ങൾ കരുതരുത്. ഇപ്പം നമ്മൾ എന്താണ് കൺസ്യൂമർ സൊസൈറ്റീസുകൾ സ്റ്റാർട്ട് ചെയ്ത കൺട്രിയിൽ വേറെ ടൈപ്പ് പല സൊസൈറ്റികളും ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ജർമ്മനി ക്രെഡിറ്റ് സൊസൈറ്റീസുകളാണെങ്കിലും അവിടെ കൺസ്യൂമർ സൊസൈറ്റീസുകൾ ഫോം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻഷുറൻസ് സൊസൈറ്റീസുകൾ ഫോം ചെയ്തിട്ടുണ്ട്, ഹൗസിംഗ് സൊസൈറ്റീസുകൾ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ടേമുകൾ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പഠിക്കേണ്ട ഒരു ടേം പഠിച്ചോ, ന്യൂഹിമാറ്റ്. എന്താണ് ന്യൂഹിമാറ്റ്? ന്യൂഹിമാറ്റ് എന്ന് വെച്ചാൽ ഇപ്പം മാറ്റ് എളുപ്പം നമ്മൾ എന്താണ് ചില ഫോറിൻ കോർപ്പറേഷൻ നമ്മൾ ചില ഹിന്ദികളൊക്കെ വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഓപ്ഷൻ കിട്ടുമ്പോൾ അത് ഇന്നതാണ് എന്ന് നമുക്കൊന്ന് എന്ത് ചെയ്യണം, മനസ്സിലാക്കാൻ പറ്റണം അല്ലേ? അപ്പോൾ നമ്മൾ ഓർത്തിക്കുക മാറ്റ് എന്താണ്? മാറ്റ് എവിടെയാണ്? വീട്ടിലാണ് നമ്മൾ മാറ്റ് ഉപയോഗിക്കുന്നത് അല്ലേ? അങ്ങനെ പഠിച്ചാൽ മതി. ന്യൂഹിമാറ്റ് എന്തായിട്ട് ബന്ധപ്പെടുന്നു? മാറ്റ് ഹൗസിംഗ്, അത് കണക്ട് ചെയ്തേ. ഇനി ന്യൂഹിമാറ്റ് ഹൗസിംഗ് ആണ്. ഏത് രാജ്യമാണ്? ജർമ്മനിയാണ്. ഓക്കെ, അപ്പം ഹൗസിംഗ് സൊസൈറ്റികളുടെ ഉദയം ഇംഗ്ലണ്ട് ആയതുകൊണ്ട് ഇംഗ്ലണ്ട് എന്ന് എഴുതി വയ്ക്കരുത്, തെറ്റിപ്പോകും. മാറ്റ് ഹൗസിംഗ് സൊസൈറ്റീസ് ഏത് രാജ്യവുമായി ബന്ധപ്പെടുന്നു? ജർമ്മനിയുമായി ബന്ധപ്പെടുന്നു. ഇനി ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻഡക്ട് ടു ജർമ്മൻ കോപ്പറേറ്റീവ്സ് നമ്മൾ ആ പോയിന്റ് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? ടോർച്ച് ബിയറർ ഓഫ് റൂറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്. ഏത് രാജ്യത്തെയാണ് നമ്മൾ
ടോർച്ച് ബിയറർ ഓഫ് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന് പറയുന്നത്? റൂറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ്. ടോർച്ച് ബിയറർ ഓഫ് റൂറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് എന്ന് വിളിക്കുന്നത് ഏത് രാജ്യത്തെയാണ്? ജർമ്മനിയാണ്. റൂറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് എവിടെയാണ്? ജർമ്മനിയാണ്. വില്ലേജ് സൊസൈറ്റി. ഇംഗ്ലണ്ടിൽ എന്താണ് ന്യൂ ഹാർമണി റോബർട്ട് ഓവൻ കൊണ്ടുവന്നു. ഏത് വർഷമാണ് ന്യൂ ഹാർമണി കൊണ്ടുവന്നത്? ന്യൂ ഹാർമണി 1826 ന്യൂ ഹാർമണി കൊണ്ടുവന്നത്. ദെൻ വില്ലേജ് സൊസൈറ്റീസുകൾ എന്താണ്? റൈഫീസിൻ്റെ കീഴിൽ 1862 ജർമ്മനിയിൽ ഫോം ചെയ്തത്. ഈ വർഷവും തമ്മിലൊരു കണക്ഷൻ ഇല്ലേ? ഇതിന് തിരിച്ചിട്ടാൽ എന്തായി? വില്ലേജ് സൊസൈറ്റികളായി അല്ലേ? അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചിരിക്കുക. വില്ലേജ് സൊസൈറ്റി 1862 കോപ്പറേറ്റീവ് ലോ പാസ്ഡ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയവർക്ക് അറിയാം ഈ ഒരു ചോദ്യം അല്ലേ? കോപ്പറേറ്റീവ് ലോ, ജർമ്മനിയിൽ കോപ്പറേറ്റീവ് ലോ പാസ് ചെയ്ത വർഷം മറക്കരുത്, 1867. ജർമ്മനിയിൽ കോപ്പറേറ്റീവ് ലോ പാസ് ചെയ്ത വർഷം 1867. ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക്. അടുത്ത ചോദ്യം, ഹൗസിംഗ് പഠിച്ചു, നുഹിമാറ്റ്. ഇനി ലാൻഡ് മോർഗേജുകളുടെ തുടക്കവും സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ തുടക്കവും റൂറൽ ക്രെഡിറ്റുകളുടെ തുടക്കവും ജർമ്മനിയാണെന്ന് പഠിച്ചു. അപ്പോൾ ഇവിടെ എന്താ ചോദ്യം? ലാൻഡ് മോർഗേജ് ബാങ്ക്. ജർമ്മനിയിലെ ആദ്യത്തെ ലാൻഡ് മോർഗേജ് ബാങ്കിൻ്റെ പേരെന്താണ്? സിൽസിയൻ ലാൻഡ് ഷാഫ്റ്റ് ആണ്. സിൽസിയൻ ലാൻഡ് ഷാഫ്റ്റ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ സിൽസിയൻ എങ്കിലും പഠിക്കുക, അല്ലെങ്കിൽ സിൽസിയൻ ലാൻഡ് അല്ലേ? ലാൻഡ് മോർഗേജിൻ്റെ ലാൻഡ് ഓർക്കാം. ലാൻഡ്, എന്ത് ലാൻഡ്? സിൽസിയൻ ലാൻഡ്. സിൽസിയൻ ലാൻഡ് ഷാഫ്റ്റ് ആണ് എന്ത്? ജർമ്മനിയിലെ ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് വർക്കേഴ്സ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ജർമ്മനി. ഫസ്റ്റ് വർക്കേഴ്സ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, എർമൺടെറങ്. ഇപ്പം എന്താണ്? ജർമ്മനിയിലെ ആദ്യത്തെ വർക്കേഴ്സ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതെന്നാണ് ചോദ്യം. ജർമ്മനിയിലെ ആദ്യത്തെ വർക്കേഴ്സ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ്? എർമൺടെറങ്. എന്താണ്? എർമൺടെറങ്. അപ്പോൾ ജർമ്മനി ഒന്ന് ഓർത്തേ. ഹൗസിംഗ് നുഹിമാറ്റ് പഠിച്ചു, ലാൻഡ് മോർഗേജ് ബാങ്ക് സിൽസിയൻ ലാൻഡ് പഠിച്ചു. ദെൻ വർക്കേഴ്സ് സൊസൈറ്റി ഏതാണ്? വർക്കേഴ്സ് കൺസ്യൂമർ സൊസൈറ്റി എർമൺടെറങ്. വർക്കേഴ്സ് കൺസ്യൂമർ സൊസൈറ്റിയുടെ പേരെന്താണ്? എർമൺടെറങ് ആണ്. ഇനി തീർന്നില്ല, ജർമ്മനിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് പഠിക്കാം. ഫയർ ബൾഗറി ആൻഡ് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. എന്താണ് ഫയർ ബൾഗറി ആൻഡ് തേർഡ് പാർട്ടി ഇൻഷുറർ? ഇതുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് സൊസൈറ്റി ജർമ്മനിയിലുണ്ടായിരുന്നു. ഓക്കെ, ഏതാണ്? ആക്സിഡൻറ്റുകൾ ക്ലെയിം ചെയ്യാൻ അത്തരത്തിൽ. സോ ഫയർ ബൾഗറി ആൻഡ് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. അപ്പം നിങ്ങൾ ആക്സിഡൻ്റ് കേസിൽ നിന്നല്ല, നിങ്ങൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, ഇത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നത് ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട കേസുകളാണല്ലോ. ഈ വോക്സ് വാഗൺ, നമ്മൾ വണ്ടി പഠിക്കില്ലേ വോക്സ് വാഗൺ, അപ്പോൾ അങ്ങനെ നിങ്ങൾ വോക്സ് വാഗൺ വണ്ടി ഉപയോഗിക്കുന്നു, ആക്സിഡൻറ്റ് പറ്റി ഇൻഷുറൻസ് എടുത്തു. സോ അങ്ങനെ ഹിൻ്റ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോയിന്റ് പഠിക്കാം കേട്ടോ. അപ്പം ഞാൻ എളുപ്പത്തിന് പറഞ്ഞു തരുന്നതാണ്, കാണാതെ പഠിക്കുന്നവർക്ക് അങ്ങനെ പഠിച്ചാൽ കുഴപ്പമില്ല. ഫയർ ബൾഗറി ആൻഡ് തേർഡ് പാർട്ടി ഇൻഷുറർ. ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്ന എന്തിനാണ്? കാറിനാണെന്ന് ഓർക്കുക. ഏത് കാറാണ്? വോക്സ് വാഗൺ. ആ വോക്സ് വാഗൻ്റെ കേസിൽ നമുക്ക് എന്ത് ഓർമ്മ വരും? വോൾസ്ബർഗ് ഓർമ്മ വരും. ഓക്കെ, അപ്പോൾ അതാണ് ഫയർ ബൾഗറി ആൻഡ് തേർഡ് പാർട്ടി ഇൻഷുറർ. ഇനി കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ജർമ്മനിയിൽ കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചത് ഏത് വർഷമാണ്? 1879. ഈ വർഷവും അതുപോലെ ഈ വർഷവും എക്സാമിന് ചോദിക്കാറുണ്ട്. ജർമ്മനിയിലെ കോപ്പറേറ്റീവ് ലോ പാസ് ചെയ്തത് 1867. ജർമ്മനിയിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് 1879. ഫയർ ബൾഗറി ആണെങ്കിൽ വോക്സ് വാഗൺ ഓർത്തിരിക്കുക. ദെൻ നുഹിമാറ്റ് ഹൗസിംഗ് ഓർക്കുക. വർക്കേഴ്സ് കൺസ്യൂമർ എർമൺടെറങ് ഓർക്കുക. ലാൻഡ് വരുമ്പോൾ സിൽസിയൻ ലാൻഡ് ഓർക്കുക.
എന്തെങ്കിലും ഒരു ഹിൻഡ് വേർഡ്, കണക്റ്റിംഗ് വേർഡ് മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെ നമുക്ക് ഫോറിൻ കോർപ്പറേഷൻ പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കണ്ടിന്യൂസ് നമ്മളത് വായിക്കണം. ഇപ്പം നമുക്ക് കുറച്ച് സമയമുള്ളൂ അല്ലേ, അപ്പം മാക്സിമം നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം. അടുത്ത് നോക്കിക്കേ, ദ സെൻട്രൽ ഏജൻസി ഓഫ് ഹോൾസെയിൽ സൊസൈറ്റി ഇൻ വെസ്റ്റ് ജർമ്മനി. എന്താണ്? ജർമ്മനിയിൽ ഒരു സെൻട്രൽ ഏജൻസി, ഹോൾസെയിൽ സൊസൈറ്റിയുടെ സെൻട്രൽ ഏജൻസി ഉണ്ട് വെസ്റ്റ് ജർമ്മനിയിൽ. വെസ്റ്റ് ജർമ്മനിയിൽ സെൻട്രൽ ഏജൻസി ഏതിൻ്റെ? ഹോൾസെയിൽ സ്റ്റോറുകൾക്ക് ഒരു സെൻട്രൽ ഏജൻസി ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് എടയ്ക്ക. നമ്മൾ സെൻട്രൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇടയ്ക്ക്, നമുക്കിങ്ങനെ പറയത്തില്ലേ, സെൻട്രൽ എന്ന് പറയുമ്പോൾ എന്താ? ഇടയ്ക്ക് എന്നുള്ള മീനിങ് നമുക്ക് പറയാമല്ലോ. സോ സെൻട്രൽ ഏജൻസി ഓഫ് ഹോൾസെയിൽ സൊസൈറ്റി എന്താണ്? എടയ്ക്ക. എടയ്ക്ക്, എടയ്ക്ക. അപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാമല്ലോ. സോ സെൻട്രൽ ഏജൻസി ഓഫ് ഹോൾസെയിൽ സൊസൈറ്റി ഇൻ വെസ്റ്റ് ജർമ്മനി, എടയ്ക്ക. ഓക്കെ, അപ്പോൾ നമ്മൾ ജർമ്മനിയുമായി ബന്ധപ്പെട്ട് കുറേ ടേമുകൾ പഠിച്ചു. നുഹിമാറ്റ് പഠിച്ചു, സിൽസിയൻ ലാൻഡ് പഠിച്ചു, എർമണ്ടറിങ് വർക്കേഴ്സ് പഠിച്ചു, പിന്നെ ഫയർ ബൾഗറി എന്താണ്, വോൾസ്ഫോർസോർഗ് പഠിച്ചു, സെൻട്രൽ എടയ്ക്ക പഠിച്ചു അല്ലേ. ദെൻ 2 ഇയർ ഏതൊക്കെയാ? ലോ 67-ലും കൺസ്യൂമർ മൂവ്മെൻറ്റ് 1879-ലും. ഇനി ജർമ്മനിയിലെ ഫേമസ് പേഴ്സൺസ് ആരൊക്കെയാണ്? FW റൈഫീസൺ, ഷൂൾസ്, ഡോക്ടർ ഹാസ് ബെൻഹാർഡ്. ആരൊക്കെയാണ്? റൈഫീസൺ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആരാണ്? ഷൂൾസ്, ഹെർമൻ ഷൂൾസ്. പിന്നെ ഹാസ്. പിന്നെ ആരാണ്? ബെൻഹാർഡ്. ബെൻഹാർഡ്ലി എന്ന് ചിലതിൽ പറയാറുണ്ട്, ബെൻഹാർഡ് എന്ന് പറയാറുണ്ട്, ബെൻഹാർഡ്. ഓക്കെ, ഇത് 4 പേരുമാണ് ജർമ്മനിയിലെ ഫേമസ് പേഴ്സൺസ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത് ജർമ്മനിയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസുകളാണ്. ഹൗസിംഗ്, കൺസ്യൂമർ, വർക്കേഴ്സ് സൊസൈറ്റികൾ, എക്സെട്ര എക്സെട്ര. ഇനി നമുക്ക് കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് ഓരോ പേഴ്സൺസ് കൊണ്ടുവന്ന കോൺട്രിബ്യൂഷനുകളെ പറ്റി നോക്കാം. അപ്പോൾ ഇത് ഞാൻ പേഴ്സൺസിനെ എടുത്തു പറയുന്നത് ചോദ്യം അങ്ങനെ വരും, ഇന്ന പേഴ്സൺ ഏത് രാജ്യവുമായി ബന്ധപ്പെടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, പേഴ്സൺസിനെ പഠിച്ചല്ലോ, റൈഫീസൺ, ഷൂൾസ്, ബെൻഹാർഡ്. നോക്കിക്കേ, ഇവിടെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ആരെയും മാത്രമേ ഉള്ളൂ. വില്യം കിങ്ങോ റോബർട്ട് ഓവൻ പറഞ്ഞ പോലെ ഷൂൾസും റൈഫീസിനെ പറ്റിയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. ബാക്കി അവരുടെ സിംഗിൾ കോൺട്രിബ്യൂഷൻസുകൾ ഓർത്താൽ മതി. ഫസ്റ്റ് നോക്കിക്കേ, FW റൈഫീസൺ. അദ്ദേഹം ജനിച്ചത് 1818-ലാണ്. ഒരുമിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഇയർ നിങ്ങൾക്ക് കിട്ടാൻ വേണം. 1818, 1888. എങ്ങനെയാണ്? 1818, 1888. സോ ഫെഡറിക് വിൽഹം റൈഫീസൺ. നമ്മൾ ഷോർട്ട് ഫോമിൽ ഇത്രയും വലിയ പേര് നീട്ടി പറയാതിരിക്കാൻ നമുക്ക് എങ്ങനെ വിളിക്കാം? FW റൈഫീസൺ എന്ന് വിളിക്കാം. എന്നാലും നിങ്ങൾ ഫുൾ നെയിം ഒന്ന് ഓർത്തിരിക്കുക. എന്താണ്? ഫെഡറിക് വിൽഹം റൈഫീസൺ ആണ്. റൈഫീസൺ ജനിച്ചത് എവിടെയാണ്? റൈഫീസൺ ജനിച്ചത് ഹാമിലാണ്, ജർമ്മനിയിൽ ഹാം എന്ന പ്ലേസിലാണ്. ദെൻ ഏത് വർഷമാണ് നമ്മൾ പഠിച്ചു? 1818. ഡേറ്റ് ഏതാണ്? 30/3/1818 18 അല്ലേ? എളുപ്പമല്ലേ? 18. റൈഫീസൺ ഈസ് നോൺ ആസ് എ ലീഡർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജർമ്മനി. നമ്മൾ ഇംഗ്ലണ്ടിലെ റോബർട്ട് ഓവൻ പോലെ ജർമ്മനിയിൽ ആരാ? ജർമ്മനിയിലെ ഫാദർ ആരാ? റൈഫീസൺ ആണ്. ഹി വാസ് എ ജർമ്മൻ മേയർ ആൻഡ് കോപ്പറേറ്റീവ് പൈനിയർ. അദ്ദേഹം അവിടെ എന്തായിരുന്നു? മേയറായിരുന്നു അല്ലേ? മേയറായിരുന്നു. റൈഫീസൺ വാസ് മേയർ ഓഫ് വെയർബുഷ്. ഇനി മേയറാണെന്ന് പറഞ്ഞു, എവിടത്തെ? വെയർബുഷിലെ മേയറായിരുന്നു അദ്ദേഹം. ഓക്കെ, അപ്പോൾ റൈഫീസൺ ജർമ്മനിയിൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചത് റൈഫീസൺ ആണ്. റൂറൽ ക്രെഡിറ്റ് കൊണ്ടുവന്നത് റൈഫീസൺ ആണ്. അതുപോലെ അദ്ദേഹം ജനിച്ചത് 30/3/1818 പറഞ്ഞു. എവിടെയാണ്? ഹാമിലാണ് ജനിച്ചത്. അദ്ദേഹം മേയർ ആണെന്ന് പറഞ്ഞു. മേയർ, എവിടത്തെ മേയർ? വെയർബുഷ് ഇൻ ജർമ്മനി. റൈഫീസൺ വാസ് വർക്ക്ഡ് ഇൻ റൂറൽ ഏരിയാസ് ഫോർ ദ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് പുവർ. പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? റൂറൽ ഏരിയ തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ റൂറൽ ക്രെഡിറ്റിന് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത്. എന്തുകൊണ്ടാണ്? പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ്.
റൈഫീസൺ ഫൗണ്ടഡ് എ ലോൺ സൊസൈറ്റി ഈസ് കാൾഡ് വില്ലേജ് ബാങ്ക് ഇൻ 1862. നമ്മൾ നേരത്തെ വില്ലേജ് സൊസൈറ്റി പറഞ്ഞില്ലേ, വില്ലേജ് സൊസൈറ്റി അത് തന്നെയാണ് നമ്മൾ അതിൻ്റെ ബേസ് തന്നെയാണ് വില്ലേജ് ബാങ്ക് പറയുന്നത്. അതാണ് ഇവിടെ റോബർട്ട് ഓവൻ വില്ലേജ് ബാങ്ക് ആണെങ്കിൽ റോബർട്ട് ഓവൻ ന്യൂ ഹാർമണി ആണെങ്കിൽ റൈഫീസൺ വില്ലേജ് ബാങ്ക് ആണ്. എളുപ്പത്തിന് നിങ്ങൾക്ക് രണ്ടുപേരുടെ വർഷവും ചെറിയൊരു ഡിഫറൻസിൽ പഠിച്ചെടുക്കാം. സോ റൈഫീസൺ ഫൗണ്ടഡ് എ ലോൺ സൊസൈറ്റി ഈസ് കാൾഡ് വില്ലേജ് ബാങ്ക് ഇൻ 1862 അറ്റ് ആൻഹേഴ്സൺ. സോ രണ്ട് ചോദ്യങ്ങളാണ്. വില്ലേജ് ബാങ്ക് ഫോം ചെയ്തത് ആര്? റൈഫീസൺ ആണെന്ന് പറഞ്ഞു. ദെൻ വില്ലേജ് ബാങ്ക് ഫോം ചെയ്തത് ഏത് വർഷം? 1862. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഈ 1862 ഫോം ചെയ്ത വില്ലേജ് ബാങ്ക് എവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നു? എവിടെയാണത് തുടക്കം കുറിച്ചത്? സ്ഥലം എവിടെയാണ്? ആൻഹേഴ്സൺ. എവിടെയാണ്? ആൻഹേഴ്സണിലാണ്. എവിടെയാണ്? ആൻഹേഴ്സണിലാണ്. സോ ദ റൈഫീസൺ ഫൗണ്ടഡ് എ ലോൺ സൊസൈറ്റി ഈസ് കാൾഡ് വില്ലേജ് ബാങ്ക് ഇൻ 1862 അറ്റ് ആൻഹേഴ്സൺ. ഹെഡ്രോസ്ട്രോഫ് ബെനിഫിഷ്യൻറ്റ് സൊസൈറ്റി. ഹെഡ്രോസ്ട്രോഫ് ബെനിഫിഷ്യൻറ്റ് സൊസൈറ്റി നമ്മൾ ഹെഡ്രോസ്ട്രോഫ് എന്നും പറയാറുണ്ട്, അതുപോലെ ഹെഡ്രോസോഫ്റ്റ് എന്നും പറയാറുണ്ട്. അപ്പോൾ ചില ടെക്സ്റ്റുകളിലൊക്കെ അതിൻ്റെ ഒരു സ്പെല്ലിംഗ് ചെറിയൊരു വിഷയം വരും കേട്ടോ, അത് നിങ്ങളൊന്ന് നോക്കിക്കോളുക. ബെനിഫിഷ്യൻറ്റ് സൊസൈറ്റി വാസ് സ്റ്റാർട്ടഡ് ബൈ റൈഫീസൺ. സോ ഹെഡ്രോസ്ട്രോഫ് ബെനിഫിഷ്യൽ സൊസൈറ്റി ആരുടേതാണ്? റൈഫീസിൻ്റെതാണ്. ഹെഡ്രോസ്ട്രോഫ് ബെനിഫിഷ്യൽ സൊസൈറ്റി ആരുടേതാണ്? റൈഫീസിൻ്റെതാണ്. ഈച്ച് ഫോർ ഓൾ ആൻഡ് ആൾ ഫോർ ഈച്ച്. ഓരോന്നിലും ഓരോ മോട്ടോ ഉണ്ട് അല്ലേ? നമ്മൾ റോക്ക്ഡെയിൽ ടു ബി സേഫ് വി മസ്റ്റ് സെൽ അറ്റ് എ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് പഠിച്ച പോലെ റൈഫീസിൻ്റെ കേസിൽ നമ്മൾ എന്താ പഠിക്കുക? ഈച്ച് ഫോർ ആൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. റോബർട്ട് ഓവൻ്റെ കേസിൽ നമ്മൾ എന്താണ്? അബോളിഷ്മെൻറ്റ് ഓഫ് പ്രൈവറ്റ് പ്രോഫിറ്റ് ആരുടെ മോട്ടോയും നമ്മൾ പഠിച്ചു? റോബർട്ട് ഓവൻ്റെ ആണെന്ന് പറഞ്ഞു. ടു ബി സേഫ് വി മസ്റ്റ് സെൽ അറ്റ് എ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് പഠിച്ചത് ഏതാ? റൈഫീസിൻ്റെ മോട്ടോയാണ്. സോ നെക്സ്റ്റ് ഇവിടെ പഠിച്ചോ റോക്ക്ഡെയിലിൻ്റെ മോട്ടോയാണ്. എന്താണ്? ടു ബി സേഫ് വി മസ്റ്റ് സെൽ അറ്റ് എ പ്രോഫിറ്റ് അല്ലേ? അപ്പോൾ അത് റൈഫീസിൻ്റെതാണ്. അപ്പോൾ മിസ്റ്റേക്ക് പറ്റിയേ, അത് റോക്ക്ഡെയിലിൻ്റെതാണ്. അതുപോലെ നിങ്ങൾ റൈഫീസിൻ്റെ പഠിക്കുക. ഞാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെന്താ ഒരു പഠിക്കുമ്പോൾ അത് മറ്റ് കണക്ട് ചെയ്ത് പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ഒരു കേസിൽ ബാക്കിയുള്ളൊരു അതർ മോട്ടോയും കൂടെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓവർ കൺഫ്യൂഷൻ ആക്കരുത്. ഈച്ച് ഫോർ ആൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് ആരുടെ മോട്ടോയാണ്? റൈഫീസിൻ്റെ മോട്ടോയാണ്. അപ്പോൾ റോബർട്ട് ഓവൻ, റൈഫീസൺ, റോക്ക്ഡെയിൽ അല്ലേ, ഇതിൻ്റെ എല്ലാം മോട്ടോ എന്താണ്? കൃത്യമായിട്ട് മാറിപ്പോവാതെ പഠിക്കുക. ദെൻ റൈഫീസൺ യൂണിയൻ സ്റ്റാർട്ട് ചെയ്തത് ഏത് വർഷമാണ്? 1877 കേട്ടോ. 1877 റൈഫീസൺ യൂണിയൻ സ്റ്റാർട്ട് ചെയ്തത്. റൈഫീസൺ സൊസൈറ്റീസ് ഫോളോഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് പേഴ്സണൽ നോളേജ് ആൻഡ് മ്യൂച്വൽ സൂപ്പർവിഷൻ. പേഴ്സണൽ നോളേജ് അതുപോലെ മ്യൂച്വൽ സൂപ്പർവിഷൻ എമംഗ് മെമ്പേഴ്സ്. അദ്ദേഹം ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണ്? പേഴ്സണൽ നോളേജ് ആൻഡ് മ്യൂച്വൽ സൂപ്പർവിഷൻ. പേഴ്സണൽ നോളേജ് ആൻഡ് മ്യൂച്വൽ സൂപ്പർവിഷൻ. അതായത് നമ്മൾ പറഞ്ഞ പോലെ പ്രിൻസിപ്പിൾസിൻ്റെ ബേസ് തന്നെയാണ്. ഈച്ച് ഫോർ ഓൾ ആൻഡ് ആൾ ഫോർ ഈച്ച് അല്ലേ? എല്ലാവരും ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടിയിട്ടും എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം അല്ലേ? ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. സോ ഇത് ഓർത്തിരിക്കുക, മോട്ടോ മറക്കരുത്. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. റൈഫീസൺ യൂണിയൻ വർഷം ഏതായിരുന്നു? 1877. ഇനി എന്തൊക്കെയാണ്? റൈഫീസൺ ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു മോറൽ ആൻഡ് മെറ്റീരിയൽ വെൽബീയിങ് ഓഫ് മെമ്പേഴ്സ്. എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്? റൈഫീസൺ ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു മോറൽ ആൻഡ് മെറ്റീരിയൽ വെൽബീയിങ് ഓഫ് പീപ്പിൾസ്. അവരുടെ മോറൽ വാല്യൂസ് ഇൻക്രീസ് ചെയ്യുക അല്ലേ? അവരുടെ ഒരു വെൽഫെയറിന് ഇമ്പോർട്ടൻസ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. റൈഫീസൺ ഓർഗനൈസ്ഡ് എ ക്രെഡിറ്റ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. റൈഫീസൺ സൊസൈറ്റീസുകളുടെ ലയബിലിറ്റി എങ്ങനെയായിരുന്നു? അതൊരു ചോദ്യമാണ്. ലിമിറ്റഡ് ആണോ അൺലിമിറ്റഡ് ആണോ? റൈഫീസൺ സൊസൈറ്റീസുകളുടെ എന്താണ് ലയബിലിറ്റി എങ്ങനെയായിരുന്നു? അൺലിമിറ്റഡ് ആയിരുന്നു കേട്ടോ. റൈഫീസൺ സൊസൈറ്റീസുകളുടെ ലയബിലിറ്റി എങ്ങനെയാണ്? അൺലിമിറ്റഡ് ആണ്. ദെൻ റൈഫീസൺ ഈസ് അപ്പോസ്റ്റൽ ഓഫ് കോപ്പറേഷൻ. അപ്പോൾ നമ്മൾ റൈഫീസൺ നമ്മൾ എന്താ വിളിക്കുന്നത്? അപ്പോസ്റ്റൽ ഓഫ് കോപ്പറേഷൻ കേട്ടോ. റൈഫീസൺ വിളിക്കുന്ന പേരെന്താണ്? അപ്പോസ്റ്റൽ ഓഫ് കോപ്പറേഷൻ ആണ് കേട്ടോ. അപ്പോസ്റ്റൽ ഓഫ് കോപ്പറേഷൻ.
The General Union of Rural Cooperative Societies. റൈഫീസൺ യൂണിയൻ നമ്മൾ പറഞ്ഞല്ലോ 1877 ആ റൈഫീസൺ യൂണിയൻ്റെ മറ്റൊരു പേരാണ് ജനറൽ യൂണിയൻ ഓഫ് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ജനറൽ യൂണിയൻ ഓഫ് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഹെഡ്രോസ്ട്രോഫ് റൈഫീസൺ ആണ്. റൈഫീസൺ യൂണിയൻ എന്ന് എഴുതിയാൽ നമുക്ക് എളുപ്പത്തിൽ അത് റൈഫീസൻ്റെതാണെന്ന് പറയാൻ പറ്റും. പക്ഷെ ചിലപ്പോൾ ചോദ്യം ഇങ്ങനെയാണെങ്കിലോ ജനറൽ യൂണിയൻ ഓഫ് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആരുടെ എന്ന് ചോദിക്കുമ്പോൾ ഓർക്കുക റൈഫീസൻ്റെതാണ്. ജനറൽ യൂണിയൻ ഓഫ് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് റൈഫീസൻ്റെ കേസ് പഠിക്കേണ്ടത്. ജനിച്ചത് പഠിക്കുക, എവിടെയാണ്, ഹാമിലാണ്. അതുപോലെ അദ്ദേഹം എന്തൊക്കെ കൊണ്ടുവന്നു, വില്ലേജ് ബാങ്ക്, അതുപോലെ റൈഫീസൺ യൂണിയൻ, ഹെഡ്രോസ്ട്രോഫ് ബെനിഫിഷ്യൻ സൊസൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ റൈഫീസൺ ആണ് എന്താ വിശ്വസിച്ചിരുന്നത്, നോളേജ്, പേഴ്സണൽ നോളേജ് ആൻഡ് മ്യൂച്വൽ സൂപ്പർവിഷൻ. അദ്ദേഹത്തിന് നമ്മൾ അപ്പോസ്റ്റൽ ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്നു. റൈഫീസൺ യൂണിയൻ്റെ മറ്റൊരു പേര് ജനറൽ യൂണിയൻ ഓഫ് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ദെൻ ക്രെഡിറ്റ് സൊസൈറ്റീസുകൾ എങ്ങനെയുള്ള ലയബിലിറ്റി ആയിരുന്നു, അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് എന്താണ് റൈഫീസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ആരും നോക്കാം, ഹെർമൻ ഫ്രാൻസ് ഷൂൾസ് അല്ലേ, ഷൂൾസ് ഡെലിക്സ്. അപ്പോൾ ഇത് ഫുൾ നെയിമാണ് കൊടുത്തിരിക്കുന്നത്, നമുക്ക് തൽക്കാലം ഷൂൾസ് എന്ന് പറയാം. എന്നാലും ഫുൾ നെയിം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. സോ ഹെർമൻ ഷൂൾസ് വാസ് ബോൺ ഇൻ 1808. 1808 അദ്ദേഹം ജനിച്ചത്. ഓക്കെ, 1808 അദ്ദേഹം ജനിച്ചത്. ഹി സ്റ്റാർട്ടഡ് ഫസ്റ്റ് ക്രെഡിറ്റ് അസോസിയേഷൻ ഇൻ 1815. അദ്ദേഹം ഫസ്റ്റ് ക്രെഡിറ്റ് അസോസിയേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ട് 1850 അദ്ദേഹം ഫസ്റ്റ് ക്രെഡിറ്റ് അസോസിയേഷൻ എവിടെ സ്റ്റാർട്ട് ചെയ്തത്, നമ്മളിപ്പോൾ ഏത് രാജ്യത്തെ പറ്റിയാണ് പഠിക്കുന്നത്, ജർമ്മനി അല്ലേ. ജർമ്മനിയിലെ ഫസ്റ്റ് ക്രെഡിറ്റ് അസോസിയേഷൻ 1850. ഹി സ്റ്റാർട്ടഡ് സൊസൈറ്റി ഇൻ അർബൻ ഏരിയ. ഹി സ്റ്റാർട്ടഡ് സൊസൈറ്റി ഏത് ഏരിയയിലാണ്, അർബൻ ഏരിയയിലാണ്. റൈഫീസൺ റൂറൽ ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്തു എങ്കിൽ ഷൂൾസ് കോൺസെൻട്രേറ്റ് ചെയ്ത് അർബൻ ഏരിയയിലാണ്. ഓക്കെ, ഷൂൾസ് സ്റ്റാർട്ടഡ് ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഇൻ ഹിസ് നേറ്റീവ് ടൗൺ ഡൽഹി. ഡൽഹി തന്നെ എന്ത് ചെയ്തു, നേറ്റീവ് ടൗണിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. ഏരിയ ഓഫ് ഓപ്പറേഷൻ വാസ് വെരി വൈഡ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്തായിരുന്നു, വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു. ഇവിടെ റൈഫീസൺ നമുക്കൊരു കമ്പാരിസൺ വേണമെങ്കിൽ നമുക്ക് പറയാം. റൈഫീസൺ എന്ത് ചെയ്യുന്നു, വൈഡായിട്ടുള്ളൊരു ഏരിയയിലല്ല കോൺസെൻട്രേറ്റ് ചെയ്തത്, റൂറൽ ഏരിയയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് കേട്ടോ. അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വളരെ കുറവാണ്. പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, ഒരു പ്രൈവറ്റ് പ്രോഫിറ്റ് മോട്ടീവ് അവിടെ ഇല്ല. അതുപോലെ അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. പക്ഷേ ഇതിനെല്ലാം ഓപ്പോസിറ്റാണ് എന്ത്, ഷൂൾസിൻ്റെ പ്രവർത്തനങ്ങൾ. നമുക്ക് നോക്കാം. സോ ഏരിയ ഓഫ് ഓപ്പറേഷൻ വാസ് വെരി വൈഡ്. ഫസ്റ്റ് ക്രെഡിറ്റ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യുന്നു. സെക്കൻഡ് ലീഡർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജർമ്മനി. ജർമ്മനിയിൽ റൈഫീസൺ കഴിഞ്ഞാൽ സെക്കൻഡ് ലീഡർ നമുക്ക് ആരെ വിളിക്കാം, ഷൂൾസിനെ വിളിക്കാം. ഷൂൾസ്, ഹെർമൻ ഷൂൾസ്. ഫ്രണ്ട്ലി സൊസൈറ്റീസ് ഇൻ ജർമ്മനി സ്റ്റാർട്ടഡ് 1749. നമ്മൾ പറഞ്ഞു ഫ്രണ്ട്ലി സൊസൈറ്റീസുകൾ സ്വന്തം നേറ്റീവ് പ്ലേസിൽ തന്നെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അത് ഏത് വർഷമാണ്, 1749. അപ്പോൾ ഷൂൾസ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഫ്രണ്ട്ലി സൊസൈറ്റീസുകളാണ്. ഇതാണ് ഫ്രണ്ട്ലി സൊസൈറ്റീസുകൾ 49 സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ക്രെഡിറ്റ് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ ആ ഒരു ഇതൊന്ന് പഠിച്ചിരുന്നാൽ മതി. 1749 ഫ്രണ്ട്ലി സൊസൈറ്റീസുകൾ 1850 അർബൻ ക്രെഡിറ്റ് സൊസൈറ്റികൾ, അർബൻ ഏരിയസിൽ ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് എന്ത് ചെയ്തത്, ക്രെഡിറ്റ് സൊസൈറ്റികൾ ഫോം ചെയ്തത്. അപ്പോൾ 49-50 2 വർഷം പഠിച്ചില്ലേ. ഷൂൾസ് ബാങ്ക് വെയർ ഓർഗനൈസ്ഡ് ഓൺ ഡെമോക്രാറ്റിക് ബേസിസ്. ഡെമോക്രാറ്റിക് ബേസിസിലാണ് ഷൂൾസ് ബാങ്കുകൾ ഓർഗനൈസ് ചെയ്തത്. ഇനി പഠിച്ചോ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഷൂൾസ് ബാങ്കുകൾക്ക് പല പേരുണ്ട്. എന്തൊക്കെയാണ്, പോപ്പുലർ ബാങ്കുകൾ, ടൗൺ ബാങ്ക്, ഷെയർ ബാങ്ക്. ഏതൊക്കെയാണ്, പോപ്പുലർ ബാങ്ക്, ടൗൺ ബാങ്ക്, ഷെയർ ബാങ്ക് എന്നുള്ള അതർ നെയിമുകൾ പറയുന്നുണ്ട്. ഷൂൾസ് ബാങ്ക് വെയർ ഓൾസോ നോൺ ആസ് പോപ്പുലർ ബാങ്ക്സ്, ടൗൺ ബാങ്ക് ആൻഡ് ഷെയർ ബാങ്ക്. ഇനി സ്മോൾ ട്രേഡേഴ്സ്, ആർട്ടിസൻസ്, മെർച്ചൻസ്, പുവർ വർക്കേഴ്സ്, മിഡിൽ ക്ലാസ് പീപ്പിൾ വെയർ ദ മെമ്പേഴ്സ് ഓഫ് ഷൂൾസ് ബാങ്ക്. എന്തൊക്കെയാണ്,
സ്മോൾ ട്രേഡേഴ്സ്, അതുപോലെ ആർട്ടിസൻസ്, അതുപോലെ മെർച്ചൻറ്റ്, പുവർ വർക്കേഴ്സ്, അതുപോലെ മിഡിൽ ക്ലാസ് പീപ്പിൾ വേർ ദ മെമ്പേഴ്സ് ഓഫ് ഷൂൾസ് ബാങ്ക്. അല്ലേ, ഇതെല്ലാം ഷൂൾസ് ബാങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാറ്റഗറി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഷൂൾസ് ബാങ്ക് പ്രൊവൈഡഡ് short-term loans on the security of tangible asset with a high rate of interest and a lump sum basis for the repayment. അപ്പോൾ എന്താണ് അവിടെ ചാർജ് ചെയ്യുന്നത്? എങ്ങനെയാണ്? സെക്യൂരിറ്റി വെച്ച് മാത്രമേ ലോൺ കൊടുക്കുകയുള്ളൂ. ആ ലോൺ എന്ത് ചെയ്യണം? നമ്മൾ ഒരുമിച്ച് അടച്ചു തീർക്കണം. അതിനെങ്ങനെയാണ് ചാർജ്? ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അതിന് ചാർജ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ അർബൻ ഏരിയയിലാണ് കുറച്ചുകൂടെ പ്രോഫിറ്റ് മോട്ടീവ് ആയിരുന്നു ഷൂൾസ്. പക്ഷെ റൈഫീസൺ അങ്ങനെയല്ല. റൈഫീസൺ അങ്ങനെ ഒരു പ്രോഫിറ്റ് മോട്ടീവ് ചിന്താഗതി ഇല്ല. ഓക്കെ, ഇത് സർവീസ് പ്ലസ് പ്രോഫിറ്റ് മോട്ടീവ് ആയിരുന്നു ആര്? ഷൂൾസിൻ്റെ സൊസൈറ്റികൾ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അർബൻ ഏരിയകൾ തിരഞ്ഞെടുത്തത്. ഷൂൾസ് ബാങ്ക് ഡസ് നോട്ട് മെയിൻറ്റെയിൻ റിസർവ് ഫണ്ട്. റിസർവ് ഫണ്ട് എന്ത് ചെയ്യാറില്ല? ഷൂൾസ് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യാറില്ല. ദെൻ ബെൻ ഹാർഡ്ലി വാസ് എ കമ്പാനിയൻ ഓഫ് ഷൂൾസ്. നമ്മൾ ബെൻ ഹാർഡ് പഠിച്ചു. ബെൻ ഹാർഡ്ലി അല്ലെങ്കിൽ ബെൻ ഹാർഡ് രണ്ടും പറയുന്നുണ്ട്. അപ്പോൾ സോ ബെൻ ഹാർഡ്ലി ആരുടെ കമ്പാനിയൻ ആയിരുന്നു? ഷൂൾസിൻ്റെ കമ്പാനിയൻ ആയിരുന്നു. ഷൂൾസ് വാസ് റെസ്പോൺസിബിൾ ഫോർ ദ കോപ്പറേറ്റീവ് ലോ ഇൻ ദ ജർമ്മനി. ജർമ്മനിയിലെ കോപ്പറേറ്റീവ് ലോ നമ്മൾ പഠിച്ചു. ജർമ്മനിയിലെ കോപ്പറേറ്റീവ് ലോ ഏത് വർഷമാണ് വന്നത്? 1867 പറഞ്ഞില്ലേ? സോ അത് ആരുടെ നേതൃത്വത്തിലാണ് വന്നത്? ഷൂൾസിൻ്റെ നേതൃത്വത്തിലാണ് വന്നത്. ഓക്കെ, അപ്പോൾ ജർമ്മനിയിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലോ 1867 നമ്മൾ പഠിച്ചു. അത് ആരുടെ കീഴിലാണ് വന്നത്? ഹെർമൻ ഷൂൾസിൻ്റെ നേതൃത്വത്തിലാണ് കോപ്പറേറ്റീവ് ലോ ജർമ്മനിയിൽ പാസ് ചെയ്തത്. ഷൂൾസ് വാസ് ദ ഫൗണ്ടർ ഓഫ് ഷൂ മേക്കർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ദ ജർമ്മനി. അപ്പോൾ അവിടെ എന്തൊരു ടൈപ്പ് സൊസൈറ്റി ഉണ്ട്? ഷൂ മേക്കേഴ്സ് കോപ്പറേറ്റീവ്സ്. ഷൂൾസ് ഷൂ മേക്കർ, എളുപ്പമുണ്ടല്ലോ പറയാൻ അല്ലേ? ഷൂ മേക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ്. ചോദ്യം, പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് റിട്ടേൺ ചെയ്തത് ആരാണ്? കേട്ടോ, പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് ഇനി വേറെയുണ്ട്. ദ ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ബാങ്കിങ് വേറെയുണ്ട്, കൺഫ്യൂഷൻ ആവരുത്. ഇത് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ്. പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ് ഷൂൾസ് ആണ് എഴുതിയിട്ടുള്ളത്. പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ്. അപ്പോൾ ഷൂൾസ് പഠിച്ചല്ലോ. എവിടെയാണ് ജനിച്ചതെന്ന് പഠിച്ചു, ഏത് ഏരിയയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്, അതുപോലെ തന്നെ ഫ്രണ്ട്ലി സൊസൈറ്റികൾ 49-ലും ക്രെഡിറ്റ് ഓർഗനൈസേഷൻസുകൾ 50-ലുമാണ് കൊണ്ടുവന്നത്. ദെൻ പോപ്പുലർ ബാങ്ക്, ടൗൺ ബാങ്ക്, ഷെയർ ബാങ്ക് എന്ന പല പേരുകൾ പറയുന്നുണ്ട്. അതുപോലെ ടാഞ്ചിബിൾ അസറ്റിന്മേലായിരിക്കും ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അദ്ദേഹം ചാർജ് ചെയ്തിരുന്നത്. അതുപോലെ റിസർവ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? ഷൂൾസ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഷൂ മേക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. കോപ്പറേറ്റീവ് ലോ 1867 പാസ്സാക്കിയത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്. ദെൻ അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്ക് ഏതാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ്. പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ്. ഡോക്ടർ ഹാസ്. ലാസ്റ്റ് നമ്മൾ ബെൻ ഹാർഡ്ലി കൂടുതലൊന്നും പഠിക്കാനില്ല. ഷൂൾസിൻ്റെ കമ്പാനിയനാണ് ബെൻ ഹാർഡ്ലി. അപ്പോൾ അത്രയേ ഉള്ളൂ ബെൻ ഹാർഡിനെ പറ്റി പഠിക്കാനായിട്ട്. അപ്പോൾ ഒരാളെയും കൂടെ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ എവിടെ തീർന്നു? ജർമ്മനി കംപ്ലീറ്റ് ആയല്ലേ? റൈഫീസൺ പഠിച്ചു, ഷൂൾസ് പഠിച്ചു, ബെൻ ഹാർഡ്ലി നോക്കി. 4ാമത്തെ പേഴ്സൺ ആരാ? ഹാസ് അല്ലേ, ഡോക്ടർ ഹാസ്. ഹാസ് വലിയ പോയിന്റുകൾ പഠിക്കാനൊന്നും ഇല്ല എങ്കിലും എന്താണ് ചെറിയ ഇൻഫർമേഷനിൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ചോദ്യം ചോദിക്കാറുണ്ട്. പ്രൂഷ്യൻ സെൻട്രൽ ബാങ്ക്. 2 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇദ്ദേഹം കൊണ്ടുവന്ന 2 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൂഷ്യൻ സെൻട്രൽ ബാങ്ക്, ജർമ്മനിയിൽ പ്രൂഷ്യൻ സെൻട്രൽ ബാങ്ക് കൊണ്ടുവന്നതും ജർമ്മനിയിൽ ബിഗ് ഫാമേഴ്സ് സൊസൈറ്റി. ഏതാണ്? ബിഗ് ഫാമേഴ്സ് സൊസൈറ്റി. ജർമ്മനിയിൽ പ്രൂഷ്യൻ സെൻട്രൽ ബാങ്ക് കൊണ്ടുവന്നതും ജർമ്മനിയിൽ ബിഗ് ഫാമേഴ്സ് സൊസൈറ്റി കൊണ്ടുവന്നത് ആര് തന്നെയാണ്? ഡോക്ടർ ഹാസ് ആണ്. ഓക്കെ, ബിഗ് ഫാമേഴ്സ് സൊസൈറ്റി, അതുപോലെ പ്രൂഷ്യൻ സെൻട്രൽ ബാങ്ക്. ക്ലിയർ? അപ്പോൾ നമ്മൾ ജർമ്മനി പഠിച്ചു. ക്ലിയർ അല്ലേ? ജർമ്മനി ക്ലിയർ അല്ലേ? നമ്മൾ എല്ലാ പേഴ്സൺസിനെയും പഠിച്ചു. റൈഫീസൺ നോക്കി, ഷൂൾസ് നോക്കി, ബെൻ ഹാർഡ്ലി. നിങ്ങൾ ബെൻ ഹാർഡ്ലി കേട്ടോ. ഈ 2 നെയിമും വെക്കുക. രണ്ടും നമുക്ക് എക്സാമിന് ഈ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കിൽ എന്തായാലും ചോദിക്കാൻ തോന്നില്ല. ഒന്നുകിൽ ചിലപ്പോൾ ഹാർഡ്ലി എന്നായിരിക്കും, ചിലപ്പോൾ ബെൻ ഹാർഡ് എന്നായിരിക്കും കേട്ടോ.
ഡോക്ടർ ഹാസ് ഷൂസ് എന്താണ് ഡെൽസ് ഉണ്ട്, FW റൈഫിൾസൺ. ഈ 4 എമിനൻ്റ് പേഴ്സൺ. അതുകൂടാതെ ജർമ്മനിയുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസുകളുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തു. നുഹിമാറ്റ്, എർമൺ ടെറങ്ക്, വോൾസ്ബർഗ് അല്ലേ, അതുപോലത്തെ ടേമുകൾ. വർക്കേഴ്സ് സൊസൈറ്റി, എർമൺ ടെറങ്ക് പഠിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള എന്താണ് വേർഡുകൾ, ആ ഒരു ടേമുകൾ എന്ത് ചെയ്യുക, നല്ലപോലെ പഠിക്കുക. ഇൻഷുറൻസ് ഏതാണ്, വർക്കേഴ്സ് ഏതാണ്, ദെൻ സെൻട്രൽ ഒരു ഏജൻസി നമ്മൾ പഠിച്ചു, ഹോൾസെയിൽ സ്റ്റോറുകളുടെ ഇടയ്ക്ക അല്ലേ. അപ്പം അത് ഓരോ രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചുകൊള്ളുക. ഓക്കെ, ജർമ്മനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. സോ അതിനെ